ലൈഫ് എൻറിച്ച്മെൻറ്റ് ട്രെയിനിങ് പ്രോഗ്രാമിൽ ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ലെറ്റ് ഹാപ്പി സോണിൻ്റെ ട്രെയിനിങ് പ്രോഗ്രാമുകളിലെ മാസ്റ്റർ പീസാണത്. അതിൽ വളരെ പ്രായമുള്ള ഒരു ഉസ്താദ്, നല്ല ആക്റ്റീവാണ്, നമുക്കൊക്കെ മാതൃകയാണ്, എനിക്കൊക്കെ മാതൃകയാണ്. അപ്പോൾ ഉസ്താദ് ഇങ്ങനെ പറഞ്ഞു, ഞാൻ ലെറ്റിൽ ഒരു മാസം ഇരുന്നിരുന്നു, പക്ഷെ കംപ്ലീറ്റ് ചെയ്യാൻ സമയം കിട്ടിയില്ല. അന്ന് ഉഷാറായിരുന്നു, പക്ഷെ ഇപ്പോൾ ഒന്നും കൂടി വരാൻ കാരണം ഞാൻ കഴിഞ്ഞ ദിവസം വടിയെടുത്തു. 5ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ക്ലാസ് എടുക്കുമ്പോൾ വടിയെടുത്തപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ടെൻഷൻ കയറി. പിന്നെ അന്ന് ക്ലാസ് കഴിഞ്ഞപ്പോൾ തുടക്കത്തിൽ ഈ പ്രഷറിൽ വടിയെടുക്കും, പിന്നെ ഇങ്ങനെ തോന്നും വേണ്ടേനും. മനുഷ്യത്തുള്ളവർക്ക് പിന്നെ വേദന തോന്നും. അപ്പോൾ അയാൾ പറഞ്ഞു, അതാണ് ഞാനിപ്പോൾ ലെറ്റിൽ വീണ്ടും ഒന്നും കൂടി ജോയിൻ ചെയ്യാൻ തീരുമാനിച്ചത്. ആദ്യത്തെ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ഞാൻ ചോദിച്ചു എന്താ പ്രശ്നം? അപ്പോൾ പറഞ്ഞു, ഞാൻ ഒരു പാഠം 3 തവണ എടുത്തു. 3 തവണ എടുത്തിട്ടും കുട്ടികൾ പഠിച്ചിട്ടില്ല. അപ്പോൾ എനിക്ക് ദേഷ്യമാകും. അപ്പോൾ ഞാൻ വടിയെടുത്തത്. അപ്പം ഞാൻ ഉസ്താദിനോട് ചോദിച്ചു, ഉസ്താദ് ഞാനൊരു തമാശ ചോദിക്കട്ടെ? ആ ഉസ്താദ് പറ. 3 തവണ നമ്മളെ ക്ലാസ്സിലൊരു പാഠം പഠിക്കാൻ വേണ്ടി കുട്ടികൾ ഇരുന്ന് തന്നിട്ട് ആ പാഠം പഠിപ്പിക്കാൻ കഴിയാത്തതിൻ്റെ പേരിൽ സത്യത്തിൽ ആരെയായിരുന്നു നമ്മൾ തല്ലേണ്ടത്? തല്ലാണെങ്കിൽ 3 പീരീഡ് 3 തവണ നമ്മുടെ മുമ്പിൽ ആ പാഠം പഠിക്കാൻ വന്ന് ഇരുന്ന കുട്ടികളെ 3 പീരീഡ് കൊണ്ട് പഠിപ്പിക്കാൻ കഴിയാത്തതിൻ്റെ പേരിൽ അഥവാ തല്ലാൻ ചാൻസ് ഉണ്ടെങ്കിൽ ആരെയാ തല്ലണ്ടേ? ചിന്തിക്കേണ്ടത് അങ്ങനെ. എന്നാൽ പരിഹാരമുണ്ട്. ഇല്ലേ, നമ്മളെന്നും കാളപൂട്ടുകാരായിരിക്കും. അധ്യാപകൻ്റെ കയ്യിൽ ചോക്ക്, ശരിയാണത്. അധ്യാപകൻ്റെ കയ്യിലൊരു പുസ്തകം, ശരിയാണത്. അധ്യാപകൻ്റെ കയ്യിലൊരു ടെസ്റ്റർ, അത് ശരിയാണ്. അധ്യാപകൻ്റെ കയ്യിൽ ഇത്തരം ആയുധങ്ങൾ അധ്യാപകൻ്റേതാണ്. അധ്യാപകൻ്റെ കയ്യിലെ വടി, അദ്ദേഹം ഉച്ചയിസ്തരം പ്രഖ്യാപിക്കുകയാണ്, ഞാനൊരു കാളപൂട്ടുകാരനാണ്. വടി അധ്യാപകൻ്റേതല്ല. സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുതൽ ലോകത്ത് ഉത്തമരായ മാതൃകായോഗ്യരായ അധ്യാപകർ അവരുടെ പിന്തുടർച്ച പഠിച്ചാൽ അധ്യാപനത്തിൽ സത്യത്തിൽ വടിയില്ലായിരുന്നു. ഭാരതീയ ഗുരുകുല സംവിധാനം ഉൾപ്പെടെയുള്ള അധ്യാപന സംവിധാനം ലോകാടിസ്ഥാനത്തിൽ വിലയിരുത്തിയാലും ഇതാണ് ശരി. പിന്നെ ഈ വടി വന്നത് എവിടുന്നാ? ഈ ഇംഗ്ലീഷുകാർ വിദ്യാഭ്യാസത്തിൻ്റെ ആൾക്കാരല്ലായിരുന്നു. അവർ വന്നപ്പോഴാണ്, അവർ വിദ്യാഭ്യാസം ഉണ്ടാക്കിയത് എന്തിനാണെന്നറിയോ? അവർക്ക് ജോലി ചെയ്യാൻ ആളെ കിട്ടണം. അതിനുവേണ്ടി ഉണ്ടാക്കിയതായിരുന്നു അവരുടെ വിദ്യാഭ്യാസം. അവരുടെ വിദ്യാഭ്യാസം ചില ദർസിൻ്റെ മുറ്റത്തൊക്കെ നടന്നപ്പോൾ ചില ദർസിലൊക്കെ കടന്നുകൂടിയിട്ടുണ്ട് അടി. നമ്മൾ ഓക്കെ ഉസ്താദിനെയോ അതുപോലെ സുലൈമാൻ ഉസ്താദിനെയോ, ഞാൻ പഠിച്ചത് പേരോട് ഉസ്താദിൻ്റെ അടുത്ത് നിന്നാണ്. എൻ്റെ പേരോട് ഉസ്താദിൻ്റെ ഉസ്താദ് പുല്ലൂക്കര ഉസ്താദാണ്. അവിടെ ഒന്നും വടിയില്ല. വടി ഉണ്ടെങ്കിൽ നിങ്ങൾ നോക്ക്. ഇനി അതിനൊരു സംവാദത്തിന് തൽക്കാലം സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ആ ഭാഗം ഒന്ന് ക്ലോസ് ചെയ്യുക. ഒരു ഫാത്തിഹ ഒരു ഉസ്താദ് പഠിപ്പിക്കുന്നു. ഉസ്താദ് പഠിപ്പിക്കുന്നത് തല്ലാതെയാണ്. ഒരു ഉസ്താദ് ഫാത്തിഹ പഠിപ്പിക്കുന്നു, അയാൾ തല്ലിയിട്ട് പഠിപ്പിക്കുന്നു. ഉഷാറായിട്ട് പഠിപ്പിക്കുന്നു, തല്ലിയിട്ട് പഠിപ്പിക്കുന്നു. ഏതാണ് അഫ്ളൽ? തല്ലാത്തതാണെന്നുള്ളത് ഉറപ്പല്ലേ? അല്ലേ? അഫ്ളൽ അതാണെന്നുള്ളത് ഉറപ്പാണ്. എങ്കിൽ തല്ലി പഠിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ്? കഴിവുകേട് കൊണ്ട്. ഈ കഴിവുകേട് തിരുത്തലല്ലേ നല്ലത്? അതാണ് നല്ലത്. അതുകൊണ്ട് അധ്യാപനത്തിൽ നമ്മൾ എങ്ങോട്ട് പോകേണ്ടതില്ല. അധ്യാപനം എന്ന മഹത്തായ ഈ സൽക്കർമ്മത്തെ ഇകഴ്ത്തുന്ന അത്തരം ഏർപ്പാടുകളിലേക്ക് പോകേണ്ടതില്ല. പക്ഷെ ഇവിടെ ചിലപ്പോഴൊക്കെ നമ്മൾ കുടുങ്ങിപ്പോകുന്നൊരു ഘട്ടമുണ്ട്. നമ്മൾ ആത്മാർത്ഥമായി പഠിപ്പിക്കാൻ ഇറങ്ങുന്നു. നമ്മുടെ ഉസ്താദുമാരെയൊക്കെ കണ്ട് അവരുടെയൊക്കെ സേവന മനോഭാവം കണ്ട് വളർന്ന നമ്മൾ അവരെപ്പോലെ വിജ്ഞാനത്തിൻ്റെ പ്രചാരകരാകണമെന്ന അതിയായ ആഗ്രഹം കൊണ്ട് നമ്മൾ കർമ്മരംഗത്തിറങ്ങുന്നു. അവിടെ നമ്മൾ ഉദ്ദേശിച്ചതുപോലൊരു കുട്ടിക്ക് വിജ്ഞാനം കിട്ടാകാതിരിക്കുമ്പോൾ നമ്മൾ അസ്വസ്ഥരാകുന്നു. അത് പോസിറ്റീവാണ്. ഈ അസ്വസ്ഥരായാൽ അതിന് പരിഹാരം കാണേണ്ടത് കളവൂട്ടല്ല, അത് വീണ്ടും പരിശീലനമാണ്.
പരിശീലനം എന്ന് പറഞ്ഞാൽ അത് ക്ലാസ് എടുക്കലിൽ ഒതുങ്ങുന്നുവെങ്കിൽ അതിന് കൃത്യമായി പരിശീലനം എന്ന് പറയാൻ കഴിയില്ല. പരിശീലനം എന്നതെങ്ങനെയാണ്? പരിശീലനത്തിൻ്റെ നിർവചനം എന്താ? നീന്തൽ പരിശീലിപ്പിക്കുന്ന സമയത്ത് നിങ്ങൾ ആലോചിച്ച് നോക്ക്, എങ്ങനെയാണ് നീന്തൽ പരിശീലിപ്പിക്കുന്നത്? എല്ലാവരും ഇരുത്തി ഒരു നോട്ടും കൊടുത്തു, ഒരു പേനയും കൊടുത്തു, നല്ല ക്ലാസ് എടുത്തു, എങ്ങനെയാണ് കാല് തുഴയേണ്ടത്, എത്ര ഡിഗ്രി തുഴയണം, എത്ര വേഗതയിൽ തുഴയണം എന്നൊക്കെ പഠിപ്പിച്ച് കഴിഞ്ഞു. അങ്ങനെയാണോ? അല്ല. അത്യാവശ്യം എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാനുണ്ടെങ്കിൽ പറഞ്ഞു കൊടുത്തതിന് ശേഷം ആളെ വെള്ളത്തിലിറക്കുന്നു. കൂടെ ആരുണ്ട്? ട്രെയിനറുണ്ട്. അയാൾ കരയിൽ നിന്ന് നോക്കും, ആവശ്യമുണ്ടെങ്കിൽ ചാടി പിടിക്കാനൊക്കെ അയാൾ റെഡിയാണ്. ഇതാണ് പരിശീലനം. എങ്കിൽ അധ്യാപകർ പരിശീലനം നടക്കേണ്ടത് എങ്ങനെയാണ്? അത്യാവശ്യ വിവരങ്ങളൊക്കെ ഷെയർ ചെയ്ത്, പ്രധാന മാനദണ്ഡങ്ങൾ ഷെയർ ചെയ്ത് നിങ്ങളൊന്ന് പഠിപ്പിക്കുക. പഠിപ്പിച്ചിട്ട് എവിടെയൊക്കെയാണോ മുൻകത്തിയാകുന്നത്, ബ്രേക്കബിൾ കണ്ടന്റ് വരുന്നത്, അവിടെ ഇന്നത് ചെയ്താൽ മതി. അങ്ങനെ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ ഈ അധ്യാപനം പറയപ്പെട്ട മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ഏതൊക്കെ? കുട്ടിക്ക് ഹാപ്പിനെസ് റെഡി, കുട്ടി പഠിക്കുന്നത് റെഡി, കുട്ടിയുടെ നിത്യജീവിതത്തിൽ ഇതിൻ്റെ മൂല്യങ്ങൾ റെഡി, അങ്ങനെ നടക്കുന്നതാണ് ശരിക്കും പരിശീലനം. അപ്പോൾ പരിശീലനം എന്ന് പറയുന്നത് ഒരു പരിശീലകൻ ഒരു പരിശീലനത്തിന് വരുന്ന കക്ഷിയെ അദ്ദേഹത്തിന് പരിശീലിപ്പിക്കപ്പെടുന്ന ആ കാര്യം എന്താണോ അത് സാധ്യമാക്കി കൊടുക്കുന്ന പ്രോസസ്സ്, ഇന്തിഖാലാത്ത്, അതാണ് ശരിക്ക് പരിശീലനം. അത് നടക്കണം. അത് അഭാവമുണ്ടാകുമ്പോൾ മർഹബൻ. ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് അടി കിട്ടണം എന്നുള്ളൊരു കാര്യമല്ലോ. ഇപ്പോൾ ക്ലാസ്സിൽ നേരം വൈകി വരികയാണെങ്കിൽ ഇപ്പോൾ ഒരു 2 ദിവസം കഴിഞ്ഞു, ഒരു 3-ാമത്തെ ദിവസം അത് നമ്മളെ ദേഷ്യത്തിനുള്ള അടിയല്ല, എന്നാലും ഒരു ചെറിയൊരു അടി കൊടുക്കുക എന്നുള്ളത് ആ കുട്ടിക്ക് ഇത് അടി കിട്ടേണ്ട കാര്യമാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ അത് നന്നാവൂലേ? സാറിൻ്റെ ചോദ്യം എല്ലാവരും കേട്ടില്ലേ? വളരെ സന്തോഷമുണ്ട് കേട്ടോ. നമ്മളവിടെ ഇടപെടുക. അതിൻ്റെ ഫസ്റ്റത്തത് അടി തീരെ വേണ്ടെന്നാണോ? ഇനി വരികയാണ്, എവിടെയാണ് പ്രയോഗിക്കേണ്ടത്? ഞാൻ സാധാരണ ഇത് ചെയ്യാറുള്ളത്, ട്രെയിനിങ് എപ്പോഴും ചെയ്ത്, ഞാൻ ട്രെയിനിങ് എന്ന് പറയുന്നില്ല കേട്ടോ. ട്രെയിനിങ് എങ്ങനെയാണ് ചെയ്യാറെന്നുള്ളത്, ഇപ്പോൾ കുട്ടി വൈകുന്നതാണ് നമ്മളെ മാറ്റം. അപ്പം ഞാൻ പറയുന്നു, ഉസ്താദ് നിങ്ങളൊരു കാര്യം ചെയ്യും, ആ കുട്ടി വൈകുന്ന അന്ന് നിങ്ങൾ എന്ത് ചെയ്യുക? സന്തോഷം സ്വീകരിക്കുക, ഒന്നും പറയണ്ട. നിങ്ങൾ ഈ പറയപ്പെട്ടതുപോലെ കുട്ടിയുടെ അവിടെ രേഖപ്പെടുത്തുക. എന്നിട്ടത് കഴിഞ്ഞതിന് ശേഷം അന്ന് വൈകിട്ട് വേണ്ട, 2 ദിവസം നടക്കട്ടെ, അല്ല 3 ദിവസം നടക്കട്ടെ, എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യും? ആ കുട്ടിയുടെ പേജിൽ എല്ലാ ദിവസവും ഉണ്ട്. 3 ദിവസം ആകുമ്പോൾ മോനെ ഒന്ന് ഇങ്ങോട്ട് പോവാം, ഒരു 2 മിനിറ്റ് സംസാരിക്കട്ടെ. ഓക്കെ. ഭീഷണി വേണ്ട. ഭീഷണി എന്ന് പറഞ്ഞാൽ ഈ പുസ്തകം ഭീഷണിയുടെ പുസ്തകമല്ല, ഇതാ ഉണ്ടുണ്ട്, ഇവിടെ എല്ലാം ഇവിടെ ഉണ്ട്, പേടിപ്പെടുത്താനല്ല. പിന്നെ ഈ കുട്ടിയെ സഹായിക്കാനുള്ള ആയുധം മാത്രമാണ് ഈ ആയുധം. അപ്പോൾ ഈ ഉസ്താദിൻ്റെ ഭാഷ്യം, സമീപന രീതി എന്താണ്? മോനെ, നിനക്കിങ്ങനൊരു പ്രയാസം ഇവിടെ കാണുന്നുണ്ട്, എന്താ? 3 ദിവസം നീ വൈകി വന്നു, എന്തായിരുന്നു മോൻ്റെ റീസൺ? അതൊന്ന് ഉസ്താദ് സംസാരിക്കുക എന്നാ ഞാൻ പറയാം. എന്ന് പറഞ്ഞാൽ പിന്നീട് ഞാൻ ഇതുവരെ കണ്ടത് എന്താണെന്നറിയോ? പിന്നെ ഈ കുട്ടിയോട് ചോദിക്കാൻ ഗ്യാപ്പ് കിട്ടുന്നില്ല. ഒരത്ഭുതം. ഈ കുട്ടിയെ ഈ രീതിയിൽ സമീപിച്ചപ്പോൾ അടുത്ത ദിവസം പിന്നെ വൈകുന്നില്ല കുട്ടി. മൂപ്പര് പ്രതീക്ഷയോടെ മൂപ്പര് വെച്ചതായിരുന്നു എന്ത്? ആ 3 ദിവസമായിട്ട് ഈ പണിയെടുക്കുക. പക്ഷെ 3 ദിവസം ആകുന്നില്ല, അതിൻ്റെ മുമ്പ് തന്നെ കുട്ടി നേരെയായി. ഇനി വടി വേണോ? ഞാൻ ഇതുവരെ ഞാനിപ്പോൾ 8 കൊല്ലമായി ഇത് തന്നെ ഈ ലൈനിൽ പ്രാക്ടീസ് ചെയ്യുന്നു. അതിന് മുമ്പ് ഒരു 12 കൊല്ലത്തിന് മേലെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? അധ്യാപനവും മാനേജിങ്ങും പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേസമയത്ത് ഈ പറയുന്ന ഐഡിയോളജിയിൽ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയിട്ട് 8 കൊല്ലമായി. ഈ 8 കൊല്ലത്തിനിടയിൽ എനിക്ക് അടിക്കേണ്ട സാധനം ഞാൻ കണ്ടിട്ടില്ല. ഞാൻ പറഞ്ഞ സാധനം ക്ലിയറായോ? അതായത് അടിക്കാൻ വരുന്ന സാധനങ്ങളൊക്കെ ഇല്ലേ, അത് ഓരോന്നോരോന്നായിട്ട് എടുത്ത് ഹല്ല് ചെയ്യുമ്പോൾ, നമ്മളത് ഓരോന്നും വിശകലനം ചെയ്യുമ്പോൾ പിന്നെ കാണുന്നില്ല. നമ്മളെ പുസ്തകം പറഞ്ഞു മൂസാൻകുട്ടീൻ്റെ ലേഖനം ഞാൻ വായിച്ചിട്ടുണ്ട്, അത് കറക്റ്റാണ്. പക്ഷേ നമ്മൾ ഈ കുട്ടികളെ
അടിക്കാതെ തന്നെ ഇപ്പം അങ്ങനത്തെ മൂസാൻകുട്ടീൻ്റെ അതുപോലെ എക്സാമ്പിളുള്ള കുട്ടികളെ അത് നമ്മൾ വേറെ രൂപത്തിൽ ചോദിച്ചറിഞ്ഞ് നമ്മൾ അറിയണം. അതിൻ്റെ പുറമെ ഒരു നിലക്കും വീട്ടുകാരിൽ നിന്ന് മദ്രസയിലേക്ക് പെട്ടെന്ന് പറഞ്ഞേക്കാൻ പറ്റാത്തൊരു സാഹചര്യം, അഥവാ സുബഹിസ്കരിച്ച് വീട്ടുകാർ ഉറങ്ങുന്നതാണ്. അതല്ലെങ്കിൽ വീട്ടുകാർക്ക് എന്തില്ല, അവൻ പോയിക്കോളണം നിർബന്ധമല്ല. അങ്ങനത്തെ കുട്ടികളാവുമ്പോൾ നമുക്ക് അവരോട് സഹതാപമാണ് ഉണ്ടാകുക. അപ്പോൾ ആ കുട്ടികളെ നമ്മൾ ഈ രൂപത്തിൽ ഉപദേശിക്കുമ്പോൾ ഒരാഴ്ചയൊക്കെ ക്ലിയർ ഉണ്ടാവും, 1-2 ആഴ്ചയൊക്കെ. പിന്നീട് അവർ പഴയ രൂപത്തിലേക്ക് തന്നെ മാറുന്ന രീതിയാണ് എനിക്ക് അനുഭവപ്പെടുന്നത്. അതോടൊപ്പം മറ്റൊന്ന് കാണുന്നത്, ഈ കണ്ടു നിൽക്കുന്ന കുട്ടികൾ ഇവൻ വൈകി വരുമ്പോൾ ഇവന് ലൈക്ക് കൊടുക്കുന്നതിൽ അവരെ സംബന്ധിച്ചിടത്തോളം നമുക്കും വൈകാം എന്നൊരു ചോദ്യം അവിടെ വരുന്നുണ്ട്. അത് ഉസ്താദ് എന്ന് തീർച്ചയായിട്ടും ഇവിടെ ഇതിൽ പരിശീലനത്തിലൂടെ വരുമ്പോൾ, പരിശീലനത്തിലൂടെയാണ് ഇത് ചെയ്യേണ്ടത്. അപ്പം മാറും. ആർക്ക് പരിശീലനം? ഉസ്താദുമാർക്ക്. എങ്ങനെ? ഈ കുട്ടിയോട് വൈകി വരുന്ന സമയത്ത് ഉസ്താദ് സ്വീകരിക്കുന്ന സമീപനം ട്രാൻസ്പറൻ്റ് ആയിരിക്കണം, സ്വഫാ ആയിരിക്കണം. അതായത് ഇപ്പം ഇതൊരു ക്ലാസ് റൂം. ഈ ക്ലാസ് റൂമിൽ ഒരു കുട്ടി വൈകി വരുന്നു. ഈ വൈകി വരുമ്പോൾ ഞാൻ ആ കുട്ടിയെ സ്വീകരിച്ചിരുത്തുന്നു, ഒരു വിഷമവും കാണിക്കുന്നില്ല. ബാക്കിയുള്ള ഈ ഇരിക്കുന്ന എല്ലാ സ്റ്റുഡൻസിനും എന്തറിയാം, ഉസ്താദ് ഇനി എന്താ ചെയ്യുന്ന പരിഹാരം എന്നറിയാം. എങ്കിൽ ഒരു കുട്ടിയും വൈകൂല. എവിടെയാ പ്രശ്നം? ഉസ്താദിൻ്റെ നയം, നിലപാട് എന്താണെന്ന് ബാക്കിയുള്ളവർക്ക് അറിയില്ലേ? എങ്കിൽ വൈകാം, അല്ലെങ്കിൽ വൈകൂല. ചെറിയ ക്ലാസ്സുകളൊന്നും അതറിയില്ല. ചെറിയ ക്ലാസ് എന്ന് പറഞ്ഞാൽ 1-ാം ക്ലാസ് അല്ലേ, 1, 2, 3 ഇനി പോട്ടെ, LKG UKG ആണെങ്കിൽ പോലും ഇത് വിജയിക്കും. ഈ സമീപനം വിജയിക്കും. നമ്മൾ 1-ാം ക്ലാസ്സിലും നമുക്ക് തോന്നണില്ല. അതിന് നിങ്ങൾ ഇനി എന്ത് ചെയ്യണം എന്നറിയോ? ഉസ്താദ് പറഞ്ഞൊരു മറുപടി ഉണ്ട്. എന്താ പറഞ്ഞു? അതായത് രണ്ടാമതൊരു പരിഹാരമുണ്ട്, അതും കൂടി പറയാം. അതിനു മുമ്പ് ഇതിലെന്താ വിഷയം എന്നറിയോ? ഞാനും ഉസ്താദ് ഈ പറയുന്ന സമീപനക്കാരനാണ്. എന്ത് ശരി, അങ്ങനൊന്നും നടക്കൂല, ബാക്കിയുള്ള കുട്ടികളൊക്കെ അങ്ങനെ. എന്നാൽ ഇത് നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ വിജയിക്കും. അതിൽ പ്രഥമമായി ഉണ്ടാകേണ്ടത് എന്താണെന്നറിയോ? ഉസ്താദിൻ്റെ സമീപനം എപ്പോഴും എന്തായിരിക്കണം? ഒരു കുട്ടി വരുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ 5 കാര്യങ്ങൾ പൂർണ്ണമായി ഉണ്ടാകണം. എങ്കിൽ ആ ഉസ്താദ് വരയ്ക്കുന്ന വരയിലൂടെ ആ കുട്ടികൾ സഞ്ചരിക്കും. ഇനി ഒരു ആക്ടിവിറ്റിയും കൂടി പറയാം. നേരത്തെ വരല്ലേ ഒരു മാറ്റർ വന്നത്. നിങ്ങൾ ക്ലാസ്സിലൊരു ജസ്റ്റ് സ്റ്റാർ സിസ്റ്റം നടപ്പിലാക്കുന്നു. ഈ സ്റ്റാർ സിസ്റ്റം നടപ്പിലാക്കുന്നത് കൃത്യമാണെങ്കിൽ കുട്ടികൾ കറക്റ്റ് കൃത്യസമയത്ത് വരും. സ്റ്റാർ സിസ്റ്റം നടപ്പിലാക്കുമ്പോൾ അതിൻ്റെ ചില ചേരുവകൾ ശ്രദ്ധിക്കണം. അതെന്താ? പോസിറ്റീവ് ലാംഗ്വേജ് മാത്രം ഉപയോഗിക്കണം. എന്ന് പറഞ്ഞാൽ ഇതാ നേരത്തെ വന്നിട്ടില്ലേ സ്റ്റാർ കിട്ടൂലേ, അങ്ങനെയല്ല പറയേണ്ടത്. മക്കളെ നേരത്തെ വരാം, സ്റ്റാർ ഇടാം. വുഡ് ഉപയോഗിക്കുക, ഷുഡ് ഉപേക്ഷിക്കുക എന്ന് പറയും. തവസ്സുർ ഉപയോഗിക്കുക, തക്കല്ലുഫ് ഉപേക്ഷിക്കുക. ഗസാലി ഇമാമിൻ്റെ ഉപദേശം ഉണ്ടല്ലോ, തക്കല്ലുഫ് അതെപ്പോഴും ഒഴിവാക്കുക, തവസ്സുർ ഉപയോഗിക്കുക. ഇപ്പോൾ മസലൻ ഇതിലിപ്പോൾ എത്ര പേരുണ്ടാവും? സുമാർ 54 പേരുണ്ട്. അതിലൊരു ഉസ്താദിനോട് ഉറങ്ങിപ്പോകുന്നു. ഞാൻ ആ ഉസ്താദിനോട് പറയുന്നു, ഉസ്താദ് ഉറങ്ങിപ്പോകുമ്പോൾ കഴുത്തിന് എന്തേ പ്രയാസം ഉണ്ടോ? ഉസ്താദ് എൻ്റെ സൗകര്യത്തിൽ ഉറങ്ങിക്കട്ടെ, തലയിൻ്റെ മേൽ വെക്കണേ, വെച്ചോ എന്ന് ഞാൻ പറയാം. അത് കളിയാക്കാനല്ല, നേരെ. കാരണം എന്താ? ഇത്രയും കഷ്ടപ്പെട്ട് ഈ ക്ലാസ്സിൽ വരുന്നൊരു ഉസ്താദ് മനഃപൂർവ്വം ഉറങ്ങോ? ഇല്ല. പിന്നെ ഞാനെന്തിനാ അയാൾക്കെതിരെ വെറുപ്പ് പിടിക്കുന്നത്? അയാളോട് ഞാൻ പറയാം, കുറച്ച് വേണമെങ്കിൽ തല അവിടെ വെച്ചുറങ്ങിപ്പോൾ കഴുത്തിൻ്റെ കള്ളിക്ക് വേദന ഉണ്ട്, കതിൻ്റെ കള്ളി വേദനയ്ക്കുണ്ട്, നിങ്ങളൊന്ന് തല അവിടെ വെച്ചുറങ്ങിക്കോ എന്ന് ഞാൻ പറഞ്ഞാൽ ഉസ്താദ് അറിയാഞ്ഞിട്ട് ഞാൻ പറഞ്ഞാൽ പിന്നെ ഉറക്കം വരില്ല. ഇപ്പോൾ ഇവിടെ ഒരു മാറ്റർ പറയുന്നത് അറിയാം. ഇപ്പോൾ ഒരാളോട് തൽക്കാലം ഇതിൽ ഉറങ്ങിപ്പോയ ഒരാളോട് നമ്മൾ പറയുന്നത്, ഉസ്താദെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തല അതിൻ്റെ മുകളിൽ വെച്ച് ഉറങ്ങിക്കോ, പ്രയാസമില്ല എന്ന് പറഞ്ഞാൽ മാറും ആ ഉസ്താദ്. പക്ഷേ നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്താകണം? കളിയാക്കാൻ വേണ്ടിയുള്ള പറച്ചിലാകരുത്, പറയുന്നത് കളിയാക്കാൻ വേണ്ടി ആകരുത്. എങ്കിൽ അവിടെ ഒരു വിഷയമുണ്ട്. ചില ഉസ്താദുമാരൊക്കെ കുട്ടികളെ കളിയാക്കും. നമ്മൾ വിശ്വസിക്കുന്നത് എന്താ?
കളിയാക്കലൊരു നമുക്ക് ജായിസാണെന്ന്. നമ്മൾ പഠിച്ച ശറയിൽ അങ്ങനെ ഉണ്ടോ? അഊദു ബില്ലാഹി അൻ അകൂന മിനൽ ജാഹിലീൻ എന്നാണ് മൂസാ നബിയോട് അത്തത്തഖിദ്ന ഹുസുവ, പരിഹസിക്കുകയാണോ എന്ന് ചോദിച്ചപ്പോൾ മൂസാ നബി പറഞ്ഞ മറുപടി അഊദു ബില്ലാഹി അൻ അകൂന മിനൽ ജാഹിലീൻ എന്നാണ്. ജഹാലത്താണ് ശരിക്കും പരിഹാസം. ഒരു കാരണവശാൽ പരിഹസിക്കൽ അനുവദനീയമല്ല, ജായിസല്ല. നമ്മൾ പഠിച്ച ശറയിൽ കുട്ടികളെ പരിഹസിക്കൽ ജായിസല്ല. പരിഹസിക്കാൻ വേണ്ടി ഒന്നും ചെയ്യരുത്. അതേസമയം വളരെ ഡീസൻ്റോടെ പെരുമാറിയാൽ കുട്ടികൾ മാറും. ബോധപൂർവം പറഞ്ഞതാണ്. എന്ത് ചെയ്യേണ്ടത്? ബുദ്ധിമുട്ടുണ്ട്, ദിവസം ഉറങ്ങിക്കിട്ടോ, എട്ടങ്ങാറാവുമൊന്നും വേണ്ട, എങ്ങനെ ഇതിൽ ഉറങ്ങാമെന്ന് വിചാരിച്ചിട്ട് ധൈര്യമായിട്ട് ഉറങ്ങി. അപ്പോൾ ഉള്ളവർക്ക് പോവുക ചെയ്യുക. കുറച്ചും കൂടി ഉന്മേഷം ഉണ്ടാവും, കുറച്ചും കൂടി ആവേശം ഉണ്ടാവും. പക്ഷേ ഈ സമീപനം, ഇപ്പോൾ ഒരു കുട്ടിക്ക് എപ്പോഴും ഉറക്കുക എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടാവില്ല. ഇനി ഉണ്ടെങ്കിൽ, ഞാൻ ഒരു ദിവസം ഇതൊരു ക്ലാസ് പറഞ്ഞു. അപ്പോൾ കേരളത്തിൽ അറിയപ്പെട്ടൊരു ഉസ്താദിൻ്റെ മകൻ അഹ്സനിയാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞ വാക്ക് സത്യമാണ്. ഞാൻ ചോദിച്ചു എന്തേ? ഞാൻ എല്ലാ ക്ലാസ്സിലും ഉറങ്ങിപ്പോവും. എന്നെ ഒരുപാട് പരിഹസിക്കുകയും ഒരുപാട് ശിക്ഷിക്കുകയും ചെയ്തു. എനിക്ക് ഉറങ്ങാതെ ക്ലാസ്സിലിരിക്കാനുള്ള പഠനം എന്നത് എൻ്റെ ജീവിതത്തിലെ ഏക സ്വപ്നമാണ്. ഒരു ആലിമാകണം, ഒരു മുഹസ്സിലാകണം, ഒരു ബിരുദധാരിയാകണം എന്നത് എൻ്റെ ഒരു ജീവിതാഭിലാഷമാണ്. അതിനുവേണ്ടി ഒരുപാട് ത്യാഗം സഹിച്ചാണ് ഞാൻ ഈ ക്ലാസ്സിന് പങ്കെടുക്കുന്നത്. ഉറങ്ങുക എന്നുള്ളത് ഒരിക്കലും എനിക്കിഷ്ടമല്ല. എനിക്കെന്നെ മനസ്സിലാകുന്നില്ല എന്തുകൊണ്ടാണ് എനിക്ക് ഉറക്കം തോന്നുന്നത്. ഞാൻ കുറേ കാലം കഴിഞ്ഞ് ചെക്ക് ചെയ്തപ്പോൾ എൻ്റെ ഷുഗർ 400. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഇതുകൊണ്ടാണ് ഉറങ്ങിപ്പോകുന്നത്. അവിടെ അയാൾ ആക്ഷേപിക്കുകയാണോ വേണ്ടത്? ആണോ? ഉസ്താദുമാർ ഈ ലെവലിൽ ഒന്ന് മാറണം. എന്ത്? ഒരു കുട്ടിയെ പ്രയാസങ്ങൾ കാണുന്ന സമയത്ത്, ഞാനിപ്പോൾ പറയുന്നതിൻ്റെ അർത്ഥം കുട്ടിക്കെന്ത് ന്യൂനതയുണ്ടായാലും അതിനെ അവോയ്ഡ് ചെയ്യാൻ, ന്യൂനതയൊക്കെ ഇരുന്നോട്ടെ എന്നല്ല ഞാൻ പറയുന്നത്. ന്യൂനത പരിഹരിക്കണം, അത് പക്ഷേ നേരായ റൂട്ടിലാകണം. അതെങ്ങനെയാകരുത്? കുട്ടിയെ നോവിച്ചുകൊണ്ടാകേണ്ടതില്ല എന്നാ ഞാൻ പറഞ്ഞു. അവിടെ കുട്ടികൾ വൈകി വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായത് പരിഹരിക്കാൻ പറ്റും. ഇനി വല്ല കാരണവശാലും രക്ഷിതാക്കളെ കാരണം കൊണ്ട് വൈകുന്നൊരു കുട്ടിയെ തല്ലണോ? വേണോ? വേണ്ട. അത് കൂടുതൽ നശിപ്പിക്കലാണത്. വേണ്ടത് കുട്ടിയുടെ പക്ഷം നിൽക്കുന്ന ഒരു ഉസ്താദ് എന്ന് പറഞ്ഞാൽ കുട്ടിയുടെ തോന്നിവാസത്തിൻ്റെ പക്ഷം എന്നർത്ഥം വെക്കാതിരുന്നാൽ മതി. കുട്ടിയുടെ പക്ഷം നിൽക്കണം. കുട്ടിയുടെ തെറ്റുകൾ തിരുത്താൻ ഏറ്റവും നല്ല മാർഗം അതാണ്. കുട്ടിയെ അറിയുന്ന ഒരു ഉസ്താദ്, കുട്ടിയുടെ പക്ഷം നിൽക്കുന്ന ഒരു ഉസ്താദ്. നമ്മുടെ ക്ലാസ്സിൽ വരുന്നൊരു കുട്ടി ക്ലാസ്സിൽ വന്നിട്ട് മുഷിപ്പ് അനുഭവിക്കുന്നുണ്ടെങ്കിൽ നാം ചെയ്യുന്ന അധ്യാപനം നന്മയല്ല, തിന്മയാണ്. വളർത്തലല്ല, നശിപ്പിക്കലാണ്. നമ്മുടെ ക്ലാസ്സിൽ വരുന്നൊരു കുട്ടി ശാരീരികമായോ മാനസികമായോ നോവുന്നുണ്ടെങ്കിൽ നാം നമ്മുടെ ദൗത്യം നിർവഹിക്കുന്നില്ല. പകരം ഒരു വലിയ നന്മയുടെ അധ്യായത്തെ നമ്മൾ നശിപ്പിക്കുന്നവരാണ്. പാഠപുസ്തകങ്ങളിലെ അധ്യായങ്ങൾ തീർക്കാനുള്ള പഠനത്തിലുപരി പാഠപുസ്തകങ്ങളിലെ മൂല്യങ്ങൾ കുട്ടികളിൽ എത്തിക്കാനാണ് ഉസ്താദുമാർ അധ്വാനിക്കേണ്ടത്. എല്ലാ പാഠപുസ്തകങ്ങളിലെയും തുടക്കങ്ങളിൽ അധ്യാപകരോട് എന്ന് പറഞ്ഞ് നേരത്തെ എപ്പോഴും പ്രസിദ്ധീകരിക്കാറുള്ള ഒരു ഡയറക്ഷൻ, ഇർഷാദാത്തുണ്ട്. ആ ഇർഷാദാത്ത് വായിച്ചാൽ ഇത് കാണാം. കുട്ടികളിൽ ഉണ്ടാകേണ്ടത് ഈ പുസ്തകം വസീലയാണ്. എന്തല്ല, പുസ്തകത്തെയല്ല നമ്മൾ പഠിപ്പിക്കേണ്ടത് ആ മൂല്യത്തെയാണ്. മൂല്യങ്ങൾ പഠിപ്പിക്കപ്പെട്ടതിന് ശേഷം പഠിച്ച മൂല്യത്തെ കണക്റ്റ് ചെയ്യാനുള്ള വസീലയായിട്ടാണ് പുസ്തകത്തെ ഉപയോഗിക്കേണ്ടത്. ഞാൻ ഈ അടുത്തൊരു ദിവസം നമ്മുടെ മദ്രസ പ്രൊജക്റ്റ് ചെയ്യാനുള്ള കാരണം ഈ ഒരു നോവായിരുന്നു. എന്ത്? മദ്രസയിൽ നമ്മൾ നന്നായി പഠിപ്പിച്ചു, നന്നായി ഖുർആൻ ഓതും, നന്നായി പരീക്ഷയിലെല്ലാം മാർക്കും കിട്ടും, റാങ്കൊക്കെ കിട്ടും, നല്ല ഉഷാറായിട്ട് പഠിക്കും, എന്ത് ചോദിച്ചാലും കിട്ടും.
അത്തരം കുട്ടികൾ മദ്രസയിൽ നിന്നിറങ്ങിയാൽ അല്ലെങ്കിൽ മദ്രസ ക്ലാസ് നിർത്തി പിന്നെ ആ കുട്ടികളിൽ മൂല്യങ്ങളില്ല. പിന്നെ ആ കുട്ടികളെ കാണുമ്പോൾ നമുക്ക് എന്തെന്നില്ലാത്തൊരു നോവ്, പടച്ച റബ്ബേ ഇതെന്താണ് ഇങ്ങനെ, നമ്മൾ അധ്വാനിച്ച എവിടെയാ പെശക് എന്നത് നമ്മളിങ്ങനെ അലട്ടുകയാണ്. 5 കൊല്ലം 10 കൊല്ലമൊക്കെ നമ്മുടെ കൂടെ ഇരുന്ന കുട്ടി ഇപ്പം ആ കുട്ടിക്ക് അഡ്രസ്സ് ചെയ്യുമ്പോൾ നമ്മൾ വേണ്ട, നമ്മളല്ല വേണ്ടത്. അതുപോലെ ആ കുട്ടിക്ക് ഇപ്പം മറ്റ് ജീവിത ചുറ്റുപാടുകളിൽ നമ്മുടെ ഇസ്ലാമിൻ്റെ ഇത്രയും പവിത്രമാർന്ന ജീവിത രീതികൾ വേണ്ട. വേണ്ടത് ജീർണതകൾ, അഴുക്കുകൾ. പുതിയ ലിബറലിസവും പുതിയ ഫാഷനുകൾ എന്ന് പറയുന്നത് അഴുക്ക് ജാലിലെ അഴുക്കാണ്. ഫാഷൻ എന്ന് പറയുന്നത്, പുതിയ ഈ ചിന്താഗതികൾ എന്ന് പറയുന്നത് അഴുക്ക് ജാലിലെ അഴുക്കാണ്. അത് കുട്ടിക്ക് കബൂൽ, അക്സെപ്റ്റഡ്. അതേസമയം പവിത്രമായ ഭംഗിയാർന്ന സൗരഭ്യമാർന്ന ഇസ്ലാമിൻ്റെ വളരെ ചാതുര്യമുള്ള ഈ പവിത്രതയുള്ള ലൈഫ് സ്റ്റൈൽ കുട്ടിക്ക് അവോയ്ഡഡ്, അത് മർദൂദ്. എന്ത് സംഭവിക്കുന്നു, എവിടെയാ പിഴക്കുന്നത്? അതിനൊരു ഉത്തരമുണ്ട് എന്ന് കണ്ടപ്പോഴാണ് ഞാൻ ഇങ്ങനൊരു സംവിധാനം ഡിസൈൻ ചെയ്തത്. മദ്രസ പ്രൊജക്റ്റ് ഡിസൈൻ ചെയ്തെടുത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ചില പ്രധാന നേട്ടങ്ങൾ അതിൻ്റെ പ്രധാന ഭാഗമാണ്. എന്താ? പഠിക്കുന്ന കുട്ടി അവൻ്റെ ജീവിതത്തിൽ പഠിക്കുന്ന മൂല്യം അവൻ്റെ ലൈഫിൽ പ്രാക്ടിക്കലൈസ് ചെയ്യും. അവൻ ജീവിതത്തിൽ എത്ര മേൽപോട്ട് പോയാലും എത്ര ഉയരങ്ങളിലെത്തിയാലും മൂല്യം എന്ന ഇസ്ലാം, മൂല്യമുള്ള ഇസ്ലാമിക ജീവിത രീതി അത് ആ കുട്ടിക്ക് സ്വീകാര്യമാണ് എന്ന രീതിയിൽ നമുക്ക് മദ്രസ അധ്യാപനത്തെ കൊണ്ടുവരാൻ കഴിയും. ഇത് പറഞ്ഞ് അവതരിപ്പിച്ചു വെച്ച ഒരു മദ്രസ പ്രൊജക്റ്റിൻ്റെ ഒരു ക്ലാസ് കഴിഞ്ഞൊരു ഉസ്താദ്, ഒരു അദനി, അദ്ദേഹം എന്നെ വിളിച്ചു. അദ്ദേഹം എൻ്റെ നേരത്തെ ഉള്ള ഒരു ക്ലാസ്സിൽ പങ്കെടുത്ത ആൾ കൂടിയാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞു, എനിക്ക് അടുത്ത സെഷൻ നടക്കണമെങ്കിൽ ഇനിയും കുറേ കഴിയും, അതിന് സമയമില്ല, ഇപ്പം ഞാൻ വലിയ പ്രതിസന്ധിയില്ല, പരീക്ഷ അടുത്തിട്ടുണ്ട്, പാഠം തീർന്നിട്ടുമില്ല, സിലബസ് അനുസരിച്ച് വളരെ ബേക്കോട്ടാണ്, എങ്ങനെയെങ്കിലും പാഠം തീർക്കണം, എനിക്ക് ഹെൽപ്പ് വേണം. അപ്പോൾ മദ്രസ പ്രൊജക്റ്റിന് വേണ്ടി ഏതാനും മദ്രസകൾ അവിടെ വെച്ച് നമ്മളോട് അപേക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്യാനും അതിൻ്റെ അടുത്ത സ്റ്റെപ്പുകളൊക്കെ അങ്ങനെ ഒഫീഷ്യലായിട്ട് വരാൻ സമയമെടുക്കും. അതിനെനിക്ക് കാത്തു നിന്നാൽ എൻ്റെ പരീക്ഷ കഴിഞ്ഞു, അതുകൊണ്ട് ഇപ്പം തന്നെ ഹെൽപ്പ് വേണം. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എന്താ നിങ്ങൾ നേരിടുന്ന പ്രശ്നം? ക്ലാസ് പറഞ്ഞു. ഏത് പാഠാണ് ഇനി എടുക്കാനുള്ളത്? അതും പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്താ നിങ്ങൾക്ക് വേണ്ടത്? എത്രയും വേഗം പാഠം എടുത്ത് തീരണം. ഞാൻ ചോദിച്ചു, നിങ്ങളുടെ സിലബസ് കയ്യിലുണ്ടോ? ഉണ്ട്. അതൊന്നെടുത്ത് കയ്യിൽ വെച്ചിട്ടൊന്ന് നോക്കിയട്ടെ. നോക്കി. ഈ പാഠം എടുക്കാൻ എത്ര പിരീഡ് വേണം? മസലൻ 5 പിരീഡ് വേണം. ഞാൻ അയാളോട് ചോദിച്ചു, നിങ്ങൾ ഈ പാഠം വായിച്ചോ? വായിച്ചു. ഈ പാഠപുസ്തകം പൂട്ടി വെച്ചിട്ട് ഈ ആശയം കുട്ടികളെ പഠിപ്പിക്കാൻ നിങ്ങൾക്ക് എത്ര സമയം വേണം? 15 മിനിറ്റ് കൊണ്ട് എനിക്ക് പറ്റും. ഓക്കെ, നിങ്ങളൊന്നുകൂടി പാഠം തുറന്നു. അതിൻ്റെ തെദരീബാത്തൊക്കെ ഒന്ന് എടുത്തട്ടെ. തെദരീബാത്ത് എടുത്തു. ഈ തെദരീബാത്ത് ക്ലാസ്സിൽ വെച്ച് ചെയ്യിപ്പിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് എത്ര സമയം വേണം? അപ്പോൾ അത് വെച്ച് ചെറിയൊരു ചർച്ച നടന്നിട്ട് അയാൾ പറഞ്ഞു, എനിക്ക് ഒരു പീരീഡൊക്കെ വേണ്ടി വരും ചിലപ്പോൾ. ഓക്കെ, അപ്പോൾ പാഠം പഠിച്ചു, തെദരീബാത്തും പഠിച്ചു. ഇനി നിങ്ങൾ മറ്റൊരു സമയത്ത് ആ പാഠപുസ്തകം ഒന്ന് തുറന്നിട്ട് അതൊന്ന് വായിച്ച് പരിചയപ്പെടാൻ ഒരു 10 മിനിറ്റ്. അപ്പോൾ ശരിയായോ? ശരിയായി. 5 പിരീഡ് കൊണ്ട് എടുക്കേണ്ടത് 2 പിരീഡ് കൊണ്ട് എടുത്താൽ എല്ലാം കംപ്ലീറ്റഡ്. അല്ലെങ്കിലോ 5 പിരീഡ് കൊണ്ട് എടുക്കേണ്ട പാഠം നമ്മൾ 5 പിരീഡ് കൊണ്ട് എടുത്താൽ പിന്നെയും കുട്ടി പാഠം വീട്ടിൽ പോയിട്ട് എഴുതിക്കൊണ്ട് വരണം. ഞാൻ ചോദിച്ചു, ശരിയാവും? ശരിയാകും. പക്ഷേ ഉസ്താദ്, ഒരു പ്രശ്നം കൂടിയുണ്ട്. എന്താ? കുട്ടികൾക്ക് പാഠം എടുത്ത് തീർന്നാൽ ഉടനെ കളിക്കാൻ സമയം കൊടുക്കാൻ പ്രയാസം. ഞാൻ ചോദിച്ചു, പരിഹാരം ഒന്നും കൂടി പറയട്ടെ. അതെ, നിങ്ങൾ ഈ പാഠം എടുക്കുക, ഈ പാഠം നിങ്ങൾ അവതരിപ്പിക്കാൻ ഉദ്ദേശിച്ച റൂട്ടില്ലേ, അതൊന്നുകൂടി മാറ്റുക. എന്താ? അതിനെ AI എടുക്കാൻ പറഞ്ഞു. AI എടുത്തിട്ട് ChatGPTയോ അല്ലെങ്കിൽ DeepSeekോ ഏത് വേണേൽ എടുക്കാം. AI എടുത്തിട്ട് ഇതിനൊന്ന് ഗെയിംഫിക്കേഷൻ ചെയ്യുക. നിങ്ങൾ ഉദ്ദേശിക്കുന്ന കണ്ടന്റ് കൊടുക്കുക,
നിങ്ങൾ ഉദ്ദേശിക്കുന്ന ക്ലാസ് ഏത് ഏജുകാരാണെന്ന് കൊടുക്കുക. ഈ പാഠത്തെ എന്തൊക്കെ ഗെയിമിലേക്ക് കൊണ്ടുവരാം. സാറിന് റെഡി ആട്ടോ. ഇനി കുട്ടികൾ കളിക്കാൻ വേറെ പീരീഡ് ചോദിക്കുമോ? ഇല്ല. പരിഹാരമായോ? പരിഹാരമായി. അതിനോട് ഞാൻ പിന്നെ ഒരു ദിവസം ചോദിച്ചു, എങ്ങനെയുണ്ട്? അത് എല്ലാ പാഠവും നേരത്തെ തീർന്നു, പരീക്ഷയും ഉഷാറായി. പരീക്ഷയ്ക്ക് കുട്ടികൾ ഭയപ്പെടുമോ? ഇല്ല. പരീക്ഷയെ കുട്ടികൾ ഭയപ്പെടേണ്ടതില്ല. ഉസ്താദ് മർഹബൻ. ഒന്നാം ക്ലാസ്സും രണ്ടാം ക്ലാസ്സും എങ്ങനെ നമുക്ക് ക്രിയാത്മകമായി ചെയ്യാൻ പറ്റും? ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഈ ഒന്നാം ക്ലാസ്സിൽ ഒരു കിതാബുള്ളൂ, ഭാഗങ്ങളാണ്. ഒന്നാമത്തെ ഭാഗത്തിലുള്ളതാണ് ഫസ്റ്റ് ടൈമിലുള്ള എക്സാമിനാണ്. ഞാൻ ഈ റീസെൻ്റ് ആയിട്ട് 4 ദിവസം കൊണ്ട് 8 പാഠം നോക്കിയായി. പക്ഷെ ഈ 8 പാഠം അടിച്ചേൽപ്പിക്കുന്ന രീതിയിലായി പോയോ എന്ന് തോന്നിപ്പോയി. കാരണം രക്ഷിതാക്കളുടെ പ്രതികരണമാണല്ലോ. അതിന് കല്യാണം കഴിഞ്ഞ ദിവസം പേരെ പോകാൻ നേരം വൈകി, അതുകൊണ്ട് പാഠങ്ങളൊക്കെ പെട്ടെന്ന് എടുത്ത് ചെറിയ ആക്ഷേപങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ 1-ാം ക്ലാസ്സും 2-ാം ക്ലാസ്സും പോലുള്ളതൊക്കെ നമുക്ക് എങ്ങനെ ഇതുപോലെ ചെയ്യാൻ പറ്റും? ഞാൻ ആദ്യം പറയുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ മറ്റൊരു വിഷയം പറയട്ടെ. അത് നിന്നു. പിന്നെ ഈ രക്ഷിതാക്കൾ കംപ്ലൈൻറ്റ് പറഞ്ഞു എന്ന് പറഞ്ഞില്ലേ, നമ്മളെപ്പോഴും എന്ത് ചെയ്യണം? നമ്മൾ പഠിപ്പിക്കുന്ന ഭാഗം എന്താണ് പഠിപ്പിച്ചത് എന്നും ഇത് പഠിപ്പിച്ചത് കൊണ്ട് കുട്ടികളിൽ എന്ത് മാറ്റമാണ് ഉണ്ടാകാൻ പോകുന്നത് എന്നും രക്ഷിതാക്കളെ തത്സമയം അറിയിക്കണം. ഇതിൽ ഞാൻ ചെയ്യുന്നത് തുടങ്ങിയത് മുതൽ ഇന്ന് വരെ എൻ്റെ ക്ലാസ്സിലുള്ള വീഡിയോസാണ്. മാഷാ അല്ലാ, മാഷാ അല്ലാ, മാഷാ അല്ലാ. വീഡിയോസാണ്. കഴിഞ്ഞ കൊല്ലം ഇത് ഞാൻ ക്രിയേറ്റിവിറ്റി കൊണ്ടുവന്ന് ആ ക്ലാസ്സിലെ കുട്ടികൾ 2-ാം ക്ലാസ്സിലേക്ക് വന്നു. മാഷാ ഈ ക്ലാസ്സും അതേപോലെ ചെയ്യണം എന്ന് വെച്ചാൽ 18 കുട്ടികളാണ്. മാഷാ അല്ലാ. 18 കോലത്തിലാണ്. അപ്പോ അതിനെ കുറച്ചും കൂടി കൊണ്ടുവരാൻ എല്ലാവരും റെഡി. അതെ, കാര്യപ്പെട്ട രീതിയിൽ ശ്രദ്ധിക്കുന്നവരും. ഞാൻ അതിന് ഒന്നുകൂടി പറയാം. അതിന് ഉപകാരപ്പെടുന്ന കാര്യം പറയാം. ഇങ്ങനെയൊക്കെ ചെയ്യുന്നവർ വേണം കേട്ടോ. അതിനെല്ലാ അഭിനന്ദനങ്ങളും, എല്ലാ സന്തോഷവും. പിന്നെ ഈ കുട്ടികൾക്ക് നിങ്ങൾ ചെയ്യേണ്ടത്, ഒരു ക്ലാസ് ആരംഭിക്കുന്നതിൻ്റെ മുമ്പ് കുട്ടികളെ പഠിക്കണം. എങ്ങനെ? സൗഹൃദത്തിൽ ഈ കുട്ടികളുടെ വീട്, രക്ഷിതാവ് ആരാണ്, അവരുടെ മതവിദ്യാഭ്യാസം, ഭൗതിക വിദ്യാഭ്യാസം, ജോലി, സാമ്പത്തികം, അവരുടെ ഫാമിലിയിൽ ആരൊക്കെ ഉണ്ട്, ഫാമിലിയിൽ കുട്ടിയോടുള്ള സമീപനം, കുട്ടിക്ക് ഫാമിലിയുള്ള റേറ്റ് എന്താണ്, ഇത്തരം വിഷയങ്ങളൊന്ന് പഠിക്കണം. ഇത് പഠിച്ചാൽ ഉസ്താദിന് കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് ഈ കുട്ടികളെ പഠിപ്പിക്കാം. റമഡിയൽ ടീച്ചിങ്ങിലെ എസെൻഷ്യലായിട്ടുള്ള ഒരു പാർട്ട് കൂടിയാണ് ഈ ഭാഗം. അതുകൂടി ഒന്ന് ഫോളോ ചെയ്താൽ ഫാസ്റ്റായിട്ട് നിങ്ങൾക്ക് ആ കുട്ടികളെ പഠിപ്പിക്കാം. 18 കോലത്തിലാണെങ്കിൽ പോലും അതിന് കൃത്യമായി ആ കുട്ടികളിൽ പഠിപ്പിച്ച് വിജയിക്കാൻ പറ്റും. വളരെ ഇഷ്ടപ്പെട്ടു എനിക്കത്. ഉണ്ട്. അത് ക്രിയാത്മകമായി ഉപയോഗിക്കണം. ഡയറി എന്താകരുത്? വിദ്യാഭ്യാസ ബോർഡിൽ നിന്ന് ഡയറി തരുന്നുണ്ട്. ഡയറിയിൽ കുട്ടികൾ ചെയ്ത കാര്യങ്ങളും ചെയ്യാത്ത കാര്യങ്ങളും വിലയിരുത്താൻ അവസരമുണ്ട്. ഇത് പക്ഷേ നമ്മളെ ലാ യുഗാദിറു സ്വഗീറത്തം വല കബീറത്തം എന്ന് പറഞ്ഞ പരലോകത്തെ കിതാബാകരുത്. കുട്ടിയെ ശിക്ഷിക്കാനോ ഭീഷണിപ്പെടുത്താനോ ഉള്ള ടൂളാകരുത്. മറിച്ച് എന്താകണം? കുട്ടിയെ സഹായിക്കാനുള്ള ടൂളാകണം. കുട്ടിയെ സഹായിക്കാനുള്ള ആയുധമായിട്ട് എന്തും മാറണം? ഈ മദ്രസ ഡയറി മാറണം. വിദ്യാഭ്യാസ ബോർഡ്, അതുപോലെ നമ്മുടെ സംഘടനാ സംവിധാനങ്ങൾ വലിയ സേവനമാണ് ഈ മേഖലയിൽ നമുക്ക് ചെയ്യുന്നത്. അത് മാക്സിമം നമ്മൾ യൂട്ടിലൈസ് ചെയ്യുകയും മാക്സിമം അതിൻ്റെ കൂടെ ചേർന്ന് നിൽക്കുകയും ചെയ്താൽ തന്നെ ഏറെക്കുറെ വിജയിക്കും. കൂടെ ഒന്നുകൂടി അർത്ഥം ചേർന്ന ഒരു വശമാണ് ഇപ്പം ഞാൻ പറഞ്ഞത്. എന്ത്? ഈ കുട്ടികളിൽ റമഡിയൽ ടീച്ചിങ് അപ്രോച്ച് കൂടിയാണ് കുട്ടിയെ പഠിക്കുക. കുട്ടിയുടെ ഫാമിലി മനസ്സിലാക്കുന്നു, സിറ്റുവേഷൻസ് മനസ്സിലാക്കുന്നു എങ്കിൽ ആ ഉസ്താദിന് ഫാസ്റ്റായിട്ട് ഇടപെടാൻ പറ്റും. മസലൻ ഉസ്താദ് എടുത്തതുപോലെ ആ ക്ലാസ്സുകൾ വീഡിയോ എടുക്കുന്നു, ഷെയർ ചെയ്യുന്നു. രക്ഷിതാക്കളോട് പറയുന്നത്, ഒരു ഉസ്താദ്, ശരിയായ ഒരു അധ്യാപകൻ പറയുന്നത്, ദയവായിട്ട് എൻ്റെ കുട്ടികളെ നിങ്ങൾ വീട്ടിൽ നിന്ന് പഠിപ്പിക്കരുത്, ഞാൻ ചെയ്തോളൂ. നിങ്ങൾ ചെയ്യേണ്ടത് സപ്പോർട്ട് ചെയ്യുക. കുട്ടിയുമായി ബന്ധപ്പെട്ട എന്ത് നെഗറ്റീവ് ഉണ്ടോ എന്നോട് പറഞ്ഞോ, ഞാൻ കുട്ടിയെ സപ്പോർട്ട് ചെയ്തോളൂ. ഒരിക്കൽ ഞാൻ ഈ ആശയം പറയുമ്പോൾ ഒരു സാമ്പിൾ പറയാം. ഞാനും എൻ്റെ ട്രെയിനേഴ്സ് ടീമും ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഉസ്താദ് പറഞ്ഞു, എൻ്റെ ഒരു വലിയൊരു പ്രശ്നമുണ്ട്. എന്താ? എൻ്റെ ഒരു ക്ലാസ്സിലെ ഒരു കുട്ടി, ആ കുട്ടി നന്നായിട്ട് പഠിക്കും,
നല്ല കുട്ടിയാണ്, പക്ഷേ ഉമ്മ എന്നും പരാതി പറയും, ഇവൻ പഠിക്കുന്നില്ല. അപ്പം ഞാൻ ചോദിച്ചു, ലാസ്റ്റ് പരാതി പറഞ്ഞതപ്പോൾ ഇന്ന് എനിക്ക് കേൾപ്പിച്ചു പരാതി. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് ആ കുട്ടിയെക്കുറിച്ചുള്ള അഭിപ്രായം എന്താ? ആ കുട്ടി നന്നായിട്ട് ആ വിഷയം പഠിച്ചിട്ടുണ്ടാവോ? ഉണ്ടാവോ? എന്നാൽ നിങ്ങൾ നാളെ ക്ലാസ്സിൽ പോയിട്ട് ആ പാഠം കുട്ടി വായിക്കുന്നതും എഴുതുന്നതും വീഡിയോ എടുക്കണം. ഓ, തീർച്ചയായിട്ടും പറ്റും. എന്നിട്ട് അത് ഈ രക്ഷിതാവിന് വിട്ടുകൊടുക്കുക. രക്ഷിതാവിന് വിട്ടുകൊടുത്തിട്ട് ചോദിക്കണം, കുട്ടി പഠിച്ചിട്ടുണ്ടല്ലോ, പിന്നെ നിങ്ങൾ എന്താണ് ഇങ്ങനെ ചെയ്യുന്നത്? കുട്ടിയോടും ചോദിക്കണം. ഒരു ഉസ്താദ് അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പം ഈ കുട്ടിയോട് ചോദിച്ചപ്പോൾ കുട്ടി പറഞ്ഞു, ഇങ്ങനെ ചോദിച്ചത്, മോനെ നീ പഠിക്കുന്നില്ല എന്ന് ഉമ്മ പറയുന്നത് എന്തുകൊണ്ടാണ്? പഠിക്കലില്ലേ? അപ്പോൾ ഈ കുട്ടിയുടെ മറുപടി എന്താ പറയുക? അതിനാ തള്ളൊന്ന് സമ്മതിക്കണ്ട പഠിക്കാൻ. എന്തേ? ഞാൻ പഠിക്കാനിരുന്ന അപ്പം ബെൽറ്റ് കൊണ്ടുവന്ന് തല്ലും, പിന്നെ ഞാൻ പഠിക്കണ്ടെന്ന് വെക്കും. അപ്പോൾ ഈ ഉമ്മനോട്, ഈ രക്ഷിതാവിനോട് ഈ ഉസ്താദ് ചോദിക്കുന്നു, അല്ല നിങ്ങൾ എൻ്റെ കുട്ടിയെ തല്ലാറുണ്ടോ? ഇല്ല, ഞാനിങ്ങനെ ബെൽറ്റ് പിടിക്കലേ ഉള്ളൂ. അപ്പോൾ മൂത്ത കുട്ടിയുണ്ട് അപ്പുറത്തെ ക്ലാസ്സിൽ. ആ കുട്ടി ഓടി വന്നിട്ട് ഇതെല്ലാം കേൾക്കുന്നുണ്ട്. കുട്ടി വന്നിട്ട് പറഞ്ഞു, ഉസ്താദെ തല്ലലുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. ഈ ഉസ്താദ് ആ രക്ഷിതാവിനോട് പറയുന്നു, നിങ്ങൾ എൻ്റെ കുട്ടിയെ തല്ലണ്ട, നിങ്ങൾ പഠിപ്പിക്കണ്ട, ഞാൻ പഠിപ്പിക്കാം. നിങ്ങൾ പ്രശ്നങ്ങളുണ്ടെങ്കിൽ എന്നോട് പറയൂ. ഈ കുട്ടിയോട് ഉസ്താദ് പറയുന്നു, മോനെ ഉമ്മ നല്ലതാണ്, ഉമ്മയോട് എങ്ങനെയാണ് പെരുമാറേണ്ടത്, ഇതൊക്കെ കുട്ടിയോട് പഠിപ്പിച്ചു കൊടുക്കുന്നു. കുട്ടി ഉമ്മയിൽ മാറ്റം വരുത്തുന്നു. ആ രക്ഷിതാവിന് ഈ ഉസ്താദിനെ മാറ്റിവെക്കാൻ കഴിയില്ല. ആ വീട്ടിൽ ഈ ഉസ്താദിന് എന്തൊക്കെ മതമൂല്യങ്ങൾ ഉണ്ടാകണമെന്ന് തീരുമാനിക്കാൻ പറ്റും. ആ വീട്ടിൽ ഏതൊക്കെ രീതിയിൽ ചടങ്ങുകൾ നടത്തണം എന്ന് നിർദ്ദേശിക്കാൻ ഈ ഉസ്താദിന് കഴിയും. ഇങ്ങനെ ഒരു പരിവർത്തനത്തിൻ്റെ പടപ്പാട്ടുകാരനായി ഒരു ഉസ്താദിന് നടക്കാൻ പറ്റും. ഉസ്താദ് ചോദിച്ചത്, കുട്ടികളിൽ എങ്ങനെയാണ് നമ്മൾ കാറ്റഗറൈസ് ചെയ്യേണ്ടത്, എന്താണ്, എന്ത് മാനദണ്ഡം ഉപയോഗിച്ചാണ്? പറയട്ടെ, നമ്മൾ എന്ത് ചെയ്യരുത്? കാറ്റഗറൈസ് ചെയ്യാൻ പാടില്ല. കുട്ടികളെ ഒരു കാരണവശാലും പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ കാറ്റഗറൈസ് ചെയ്യാൻ പാടില്ല. എന്തുകൊണ്ടെന്നറിയോ? നമ്മുടെ കാഴ്ചയിൽ പിന്നോക്കാവസ്ഥ നേരിടുന്ന ഒരു കുട്ടിയുണ്ടെങ്കിൽ ആ കുട്ടി മറ്റു മുന്നോക്കക്കാരനേക്കാൾ റിയൽ ലൈഫിൽ മേലെ പോകാൻ സാധ്യത വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് നമ്മൾ പിന്നോക്കം ഏതിലാണ്? പഠനത്തിലല്ലേ? അല്ലേ? എഴുത്ത് വായന തുടങ്ങിയ പഠനത്തിലാണ്. എഴുത്ത് വായന തുടങ്ങിയ പഠനത്തിൽ പിന്നോക്കക്കാരായ കുട്ടികൾ റിയൽ ലൈഫിൽ ആ വിഷയങ്ങളിൽ മുന്നിൽ നിൽക്കുന്ന കുട്ടിയേക്കാൾ എത്രയോ മേലെയായിരിക്കും. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ കാറ്റഗറൈസ് ചെയ്യരുത്. അവിടെ വേണ്ടത് ഇതാണ്. നമ്മൾ പിന്നോക്കം നേരിടുന്ന ഒരു കുട്ടിയുണ്ടെങ്കിൽ ആ കുട്ടിയെക്കുറിച്ച് നിങ്ങൾക്ക് കേസ് സ്റ്റഡീസ് വേണം. എങ്ങനെ? ഞാൻ നേരത്തെ IDR പറഞ്ഞില്ലേ? ഈ IDR എന്താ ചെയ്യേണ്ടത്? ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ പറഞ്ഞിട്ടില്ല. ഡീറ്റെയിൽ പറയുന്നൊരു വീഡിയോ യൂട്യൂബ് ചാനലിലുണ്ട്, ആവശ്യക്കാർക്ക് ഉപയോഗപ്പെടുത്തുകയൊക്കെ ചെയ്യാം. എന്താ? ഈ ഒരു ദിവസം ഒരു 10 മിനിറ്റിൻ്റെ താഴെയുള്ള സമയം നിങ്ങൾ ഈ IDR ഉപയോഗിക്കണം. അതായത് നിങ്ങളെ ക്ലാസ്സിൽ 20 കുട്ടികളുണ്ട്. ഒരു ദിവസം ഒരു 2 കുട്ടികളെപ്പറ്റി ഒരാഴ്ചത്തെ റിപ്പോർട്ട് എഴുതുന്നു. റിപ്പോർട്ട് എഴുതാന്ന് പറഞ്ഞാൽ വിശദമായി നമ്മൾ പോലീസുകാർ FIR എഴുതും പോലെ എഴുതുമൊന്നും വേണ്ട. പിന്നെ എന്തും മതി? പ്രധാന മാനദണ്ഡങ്ങൾ: പഠനം, വസ്ത്രം, പങ്ക്ച്വാലിറ്റി, സ്വഭാവം, ഇങ്ങനെ തുടങ്ങി ഒരു പ്രധാന 5 മാനദണ്ഡങ്ങൾ വെക്കാം. ഈ 5 മാനദണ്ഡങ്ങളിൽ ഈ ഒരാഴ്ചയിൽ കുട്ടി എവിടെ നിൽക്കുന്നു, ഇത് നിങ്ങൾ ആ റിപ്പോർട്ടിൽ എഴുതണം. സ്പെഷ്യൽ കേസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഇന്ന് കുട്ടി ഒരു തല്ലുണ്ടാക്കി ക്ലാസ്സിൽ, അത് നിങ്ങൾ സ്പെഷ്യലായിട്ട് എഴുതിക്കോ. അങ്ങനെ സ്പെഷ്യലായിട്ട് നടന്ന കാര്യങ്ങൾ അതിലെഴുതണം. എഴുതുമ്പോൾ ഇതെന്തിനല്ല? കുട്ടിയെ ശിക്ഷിക്കാനല്ല, കുട്ടിയെ നിസ്സാരപ്പെടുത്താനല്ല, കുട്ടിയെ കുറ്റപ്പെടുത്താനല്ല, മറിച്ച് ഈ കുട്ടിയിൽ പരിവർത്തനമുണ്ടാക്കാനുള്ള ഏറ്റവും പ്രൊഫഷണലായ ഒരു ടൂളാണ്, ഒരു ഉപകരണമാണ് ഇത്. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഓരോ കുട്ടിയെയും ഓരോ കുട്ടിയുടെ സ്പെഷ്യാലിറ്റികളെല്ലാം പരിഗണിച്ച് പഠിപ്പിക്കാൻ പറ്റും. പൊതുവിൽ കുട്ടികൾ മേലെ താഴെ എന്ന അർത്ഥത്തിൽ കാറ്റഗറൈസ് ചെയ്യേണ്ടതില്ല. എന്നാലും വിദ്യാഭ്യാസ സംവിധാനത്തിലോ മറ്റോ എവിടെയെങ്കിലും നിങ്ങൾക്ക് പ്രധാനമായി
ഇമ്പോർട്ടൻ്റ് ടൈപ്പിൽ വരുന്ന ഏതെങ്കിലും നിർദ്ദേശം ഉണ്ടെങ്കിൽ ലംഘിക്കരുത്. പക്ഷെ പൊതുവിൽ വിദ്യാഭ്യാസ സംവിധാനത്തിൽ ഇന്ന് ഗ്ലോബലി ഏറ്റവും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സിസ്റ്റത്തെ പിന്നിൽ നിർത്തിയാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. നിങ്ങൾ എന്ത് ചെയ്യേണ്ടതില്ല, ഇത്തരം പിന്നോക്കക്കാരായ വകയിൽ അവരെ പിന്നോക്കക്കാരായി ഒരിക്കലും ലേബൽ ചെയ്യരുത്. പ്രത്യേകിച്ച് ഡിവിഷനൊക്കെ തിരിക്കുമ്പോൾ എ ഡിവിഷനിൽ മുന്തിയ കുട്ടികൾ, ബി ഡിവിഷനിൽ മീഡിയം കുട്ടികൾ, സി ഡിവിഷനിൽ പോക്ക് കുട്ടികൾ, വളരെ പിന്നോക്കം കുട്ടികൾ. ചെയ്യരുത്, ചെയ്യരുത്, ചെയ്യരുത്. എന്തിനാ ചെയ്യുന്നത് ചോദിച്ചത്? IQ ചെക്ക് ചെയ്യാനുള്ള മാനദണ്ഡം പുസ്തകങ്ങളിൽ ധാരാളമുണ്ട്, വീഡിയോകളിൽ ഇഷ്ടം പോലെ ഉണ്ട്. എന്തിനാണ് നമ്മളത് ചെയ്യുന്നത്? ഏത് രീതിയിൽ പഠിപ്പിക്കണമെന്ന് മനസ്സിലാകാൻ. ചെയ്യേണ്ടത് 2 കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ IQയുടെ ഹിസ്റ്ററി പഠിക്കണം. IQ എവിടെ തുടങ്ങി, ഇൻ്റലിജൻറ്റ് കോഷൻ എവിടെ നിന്നാണ് അതുണ്ടായത്, ഏത് കാലത്താണ് ഉണ്ടായത് എന്ന് പഠിക്കണം. എത്ര കാലം മുമ്പാണ് അത് പുനരാവിഷ്കരിച്ചത് എന്ന് പഠിക്കണം. പിന്നെ നിങ്ങൾ IQവിൻ്റെ പിന്നാലെ പോകൂല. IQ മനസ്സിലാകുന്ന രീതി പറയുന്നുണ്ട്, IQ എന്താണെന്ന് പറയുന്നുണ്ട്. ഞാൻ ഇപ്പോൾ പറയുന്നത് നിങ്ങൾ കുട്ടികളുടെ IQ എന്തിനു വേണ്ടി ഉപയോഗിക്കരുത്, കുട്ടിയെ വിലയിരുത്താൻ വേണ്ടി ഉപയോഗിക്കരുതെന്നാണ് എൻ്റെ ഒരു വിനയപുരസ്സൃതമായ ഒരു നിർദ്ദേശം. എന്താ, ഞാൻ 2 കാര്യങ്ങൾ അതിനോട് ചേർത്തിട്ട് ഒരു സംഭവം കൂടി ചേർത്ത് പറയാം. ഒന്ന്, IQ ഉണ്ടാകുന്നത് എത്രയോ കാലം മുമ്പാണ്. നിങ്ങൾക്ക് അത് പഠിച്ചു നോക്കി അത് മനസ്സിലാകും. ഞാൻ അതിൻ്റെ മുസ്തലഹായ ആ സമയം, അതായത് പട്ടാളത്തിലേക്ക് ജനങ്ങളെ എടുക്കാൻ വേണ്ടി ഉപയോഗിച്ച ഒരു മാനദണ്ഡം, അതും നൂറ്റാണ്ടുകൾക്ക് മുമ്പ്. അതിനുശേഷം അത് പുനരാവിഷ്കരണം നടത്തിയിട്ട് പോലും ഒരുപാട് 100ഓളം വർഷം കഴിഞ്ഞു. അത്രയും പഴക്കമുള്ള ഒരു സംവിധാനം ഉപയോഗിച്ചിട്ട് കുട്ടികളെ നിങ്ങൾ കാറ്റഗറൈസ് ചെയ്യരുത്. 2, ഞാനൊരു സംഭവം പറയാം. ഒരു നിശ എന്ന് പറയുന്നൊരു കുട്ടിയെയും കൊണ്ട് അവരുടെ പഠന പിന്നോക്കാവസ്ഥ കാരണം നമ്മുടെ ഒരു ഇതിൽ വരുന്നുണ്ട്, ലേണിംഗ് ഡിസബിലിറ്റി ക്യാമ്പിലേക്ക് വരുന്നു, LD ക്യാമ്പിലേക്ക്. ഈ കുട്ടി 2 അധ്യാപകരുടെ, അഥവാ മാതാവും പിതാവും അച്ഛനും അമ്മയും ടീച്ചറാണ്. ഇവർ 2 പേരും ഈ കുട്ടിയെ കൊണ്ടുവരുന്നത് എങ്ങനെയാണെന്നറിയോ? 2 പേരും ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചിട്ടാണ് വരുന്നത്. എന്തേ കാരണം? 2 പേരും പ്രണയിച്ച് വിവാഹം ചെയ്തതാണ്. പ്രണയിച്ച് വിവാഹം ചെയ്തതുകൊണ്ട് 2 ആളും 2 ആളുടെ ഫാമിലിയിൽ നിന്ന് സെപ്പറേറ്റഡ് ആണ്. ഇനി ഇവരും ഈ കുട്ടിയും ഒറ്റപ്പെട്ട് കഴിയാണ്. ഈ കുട്ടിയോട് 4ാം ക്ലാസ്സിലെത്തിയ സമയത്ത് 4ാം ക്ലാസ്സിലെ അധ്യാപകർ പറയുന്നു, ഈ രക്ഷിതാക്കളോട് പറയുന്നു, ഈ കുട്ടിയെ സ്കൂളിൽ പറഞ്ഞേക്കണ്ട. കാരണം ഈ കുട്ടിയുടെ IQ ബിലോ 40 ആണ്. ബിലോ 40 ആണെങ്കിൽ ആ കുട്ടിയെ സ്കൂളിൽ പറഞ്ഞേച്ചിട്ട് കാര്യമില്ല എന്നുള്ളതാണ് സയൻസ്. അപ്പോൾ ഈ കുട്ടി തീരെ പഠനത്തിൽ പിന്നോക്കമായതുകൊണ്ട് ഇവർ ചെയ്തതാണ്, IQ ടെസ്റ്റ് ചെയ്തതാണ്. അപ്പോൾ ഈ രക്ഷിതാക്കൾ 2 ആളും ആലോചിച്ച് ഇനി എന്ത് ചെയ്യും? ആലോചിച്ച് നോക്കുമ്പോൾ ഒരു വഴിയേ ഉള്ളൂ, ഇപ്പം തന്നെ അവസാനിപ്പിക്കുക. മുട്ടുന്നതിൻ്റെ മുമ്പ് തന്നെ അവസാനിപ്പിക്കുക, തോൽക്കുന്നതിൻ്റെ മുമ്പ് തന്നെ ഇറങ്ങിപ്പോവുക. അപ്പോൾ ഇവർ തീരുമാനിച്ചതാണ് ആത്മഹത്യ ചെയ്യാൻ. പക്ഷെ എന്നിട്ട് ഒന്നുകൂടി പോയി നോക്കുക ആത്മഹത്യ ചെയ്യുന്നതിൻ്റെ മുമ്പേ. അങ്ങനെയാണ് LD ക്യാമ്പിൽ വരുന്നത്. ഇവരുടെ മാറ്റർ എന്താ? ഈ കുട്ടി ഇങ്ങനെയൊക്കെ ഉള്ളത്, പഠിപ്പിക്കാൻ വല്ല മാർഗമുണ്ടോ? കുട്ടിയുടെ IQ ചെക്ക് ചെയ്തിരിക്കുന്നത് വളരെ പ്രൊഫഷണലായ ഒരു ടീമാണ്. ഈ IQ ലെവലുള്ള ഒരു കുട്ടിയെ പഠിപ്പിക്കുക എന്നത് അസാധ്യമാണ് എന്നത് അതിൻ്റെ ഒരു സയൻസാണത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ശാസ്ത്രമാണത്. ഇനി എന്ത് ചെയ്യും? പഠിപ്പിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ 3 ജീവൻ അവസാനിക്കുന്നു. പഠിപ്പിക്കാൻ പറ്റുമെന്ന് പറയണമെങ്കിൽ മുമ്പിലൊരു തെളിവില്ല. അപ്പോൾ ഇത് VV ജോസഫ് സാറുടെ അനുഭവം കേട്ടോ. ഞാൻ പുസ്തകത്തിലുണ്ടത്, നിങ്ങൾക്ക് വായിക്കാൻ കിട്ടും. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇനിയിപ്പോൾ എന്ത് ചെയ്യും? അവരോട് പറഞ്ഞു, നിങ്ങൾ 2 ആളും പോയിട്ടൊരു സിനിമയൊക്കെ കണ്ടിട്ട് വരി. ജോസഫ് സാറാണ് പറയുന്നത്. പിന്നെ നമ്മൾ നോക്കുക. അങ്ങനെ
കുറച്ച് കുട്ടികൾ ഇവിടെ വെച്ച് LD ക്യാമ്പിൽ ഇങ്ങനെ ഒച്ചപ്പാടുണ്ടാക്കി കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവരെ കൂടെ ഈ കുട്ടിയെയും വിട്ടു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ കുട്ടികളുടെ ശബ്ദമൊന്നുമില്ല. അപ്പോൾ ഒരു ആശങ്ക, പഠിച്ചോനെ അടുത്തന്നെയാണ് റോഡ്, കുട്ടികൾ റോഡിലെങ്ങാനും ഇറങ്ങിയോ? ചെന്ന് നോക്കുമ്പോൾ ഈ കുട്ടികളെയൊക്കെ ഈ നിശ എന്ന് പറയുന്ന കുട്ടി എന്ത് ചെയ്യാണ്, വളരെ ഭംഗിയായി കൺട്രോൾ ചെയ്യാൻ, അടിപൊളിയായിട്ട് ഈ കുട്ടികളെ കൺട്രോൾ ചെയ്യുന്നു. ഇത് ഈ കുട്ടിയുടെ IQ ആണ്. സാറിൻ്റെ മനസ്സിലൊരു ലഡു പൊട്ടി. എന്താ? വലിയൊരു പരിഹാരമായി. ഇവരോട് പറയാം, എന്ത് പറയാം, നിങ്ങൾ ഈ കുട്ടി വലുതാകുന്ന സമയത്തേക്ക് ഒരു സ്ഥലം വാങ്ങി വെച്ചോ, നമുക്കെന്ത് ചെയ്യാം, ഇത്തരം കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനം ആരംഭിക്കാം, നിങ്ങൾ ബേജാറാകണ്ട. അങ്ങനെ എന്തായാലും മനസ്സിൽ ഇത് കണ്ട് ഉച്ചക്ക് ചോറ് വയ്ക്കാൻ വേണ്ടി വീട്ടിലേക്ക് ചെന്നപ്പോൾ ഭാര്യ ചോദിക്കുന്നു, നിശ വന്നിട്ടുണ്ടല്ലേ? അപ്പോൾ സാർ ചോദിച്ചു, നിനക്കെങ്ങനെ നിശ അറിയാം? അല്ല, അവൾ അടുക്കളയിൽ വന്നിട്ടുണ്ടായിരുന്നു, അവൾക്കെല്ലാം പാചകം ചെയ്യാൻ അറിയാം. 4ാം ക്ലാസ്സുകാരിയായ 9ഓ 10ഓ മാത്രം വയസ്സുള്ള കുട്ടിക്ക് പാചകങ്ങൾ അറിയാം. എങ്ങനെ പാചകം ചെയ്യേണ്ടത്? ഒരു കറി പാചകം ചെയ്യണമെങ്കിൽ എത്ര സ്റ്റെപ്പ് വേണം? ഇത്രയും സ്റ്റെപ്പുകൾ കവർ ചെയ്യുക എന്ന് പറയുന്നത് ഒരു വലിയ സ്കില്ലാണ്. അതൊരു വലിയ IQ അതിൻ്റെ പിന്നിലുണ്ട്. സാർ പറഞ്ഞു, ഇത് വലിയൊരു സാധ്യതയാണല്ലോ. എല്ലാം കഴിഞ്ഞു വന്നതിന് ശേഷം ഈ അധ്യാപകർ 2 പേർ രക്ഷിതാക്കൾ വന്നു. അവരോട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, ഈ കുട്ടിയെ ആ സ്ഥാപനത്തിലേക്ക് തന്നെ പഠിപ്പിക്കാനായിട്ട്. അവർക്ക് പ്രയാസമൊന്നുമില്ലല്ലോ. എല്ലാ ദിവസവും കുട്ടിയോട് സ്വയം പാചകം ചെയ്തിട്ട് വല്ല ഫുഡും കൊണ്ടുപോകാൻ പറയാം. അങ്ങനെ എല്ലാ ദിവസവും ഇവൾ പാചകം ചെയ്ത് ഫുഡ് കൊണ്ടുപോകും ടീച്ചേഴ്സിന്. സ്റ്റാഫ് റൂമിൽ എന്തെങ്കിലും ടീച്ചേഴ്സൊക്കെ ഗസ്റ്റ് വരാനുണ്ടെങ്കിൽ നിശയോട് ചോദിച്ച് പഠിക്കും. എങ്ങനെയാണ് പാചകം ചെയ്യേണ്ടത്? അപ്പം നിശ ആരായി മാറി? ഉസ്താസുൽ അസാത്തീദായി മാറി, ടീച്ചേഴ്സിൻ്റെ ഉസ്താദായി മാറി. അങ്ങനെ കുറഞ്ഞ കാലം കൊണ്ട് നിശ പല വിഷയങ്ങളിലും കഴിവുള്ള ആളായി. അവസാനം SSLC ക്ലാസ് ആരംഭിച്ചു. അപ്പോൾ വീണ്ടും അടുത്ത ഒരു പ്രതിസന്ധി വന്നു. എന്താ പ്രതിസന്ധി? ഈ സ്കൂൾ 100% വിജയമുള്ള സ്കൂളാണ് വർഷങ്ങളായിട്ട്. ഈ പ്രാവശ്യം നിശ എന്ന കുട്ടി കൂടി രജിസ്റ്റർ ചെയ്താൽ ആ ചരിത്രം പൊളിയും. അതുകൊണ്ട് കുട്ടിയെ ഇവിടെ നിന്ന് നിങ്ങൾ കൂട്ടിക്കൊണ്ടുപോകണം. വീണ്ടും ഈ പ്രതിസന്ധിയായി വന്നപ്പോൾ ഇനി എന്താ പരിഹാരം? ജോസഫ് സാറ് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യുക, അവരോട് പറ, കുട്ടി അവിടെ പഠിച്ചോട്ടെ, ലാസ്റ്റ് രജിസ്റ്റർ ചെയ്താതിരുന്ന പോലെ. അതെ, കുഴപ്പമില്ല. അപ്പോൾ അവരെ വിളിച്ചും ചോദിച്ചു, നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാതിരുന്ന പോലെ? അവർ സമ്മതിച്ചു. അങ്ങനെ തുടർന്നു. വർഷാവസാനം അടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് എന്താ പറയുക, നമ്മളെ കലോത്സവം, സ്കൂൾ പ്രോഗ്രാം ഇത് നടക്കുകയാണ്. അത് നടന്ന് ആ സ്കൂളിന് ആദ്യമായി സംസ്ഥാനത്ത് ഫസ്റ്റ് കിട്ടി ഈ നിശയുടെ ഏതോ ഒരു ഐറ്റംസിൽ. അത് ഭയങ്കര സംഭവമായി. ആ സംഭവം കഴിഞ്ഞ് വന്ന സ്റ്റാഫ് മീറ്റിംഗ് കൂടിയിട്ട് ഈ ഹെഡ് പ്രഖ്യാപിക്കുന്നു, ഇനി ചരിത്രം നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല, നിശ പരീക്ഷ ചെയ്തു ഈ പ്രാവശ്യം SSLC. ആ പ്രാവശ്യം SSLC പരീക്ഷ എഴുതി. ഒരു വിഷയത്തിൽ മാത്രം സ്ക്രൈബ് വെച്ച് എഴുതി. അതുമാത്രം മാർക്ക് കുറഞ്ഞു. ബാക്കി എല്ലാറ്റിലും നല്ല മാർക്കോടുകൂടെ നിശ പാസ്സായി. അതിനുശേഷം ഡിഗ്രി പാസ്സായി. IQ വേണോ? IQ ടെസ്റ്റ് നമുക്ക് ആവശ്യമുണ്ടോ? നമ്മൾ വേണ്ടത് എന്താണ് പരിഹാരം? VAK ആപ്ലിക്കേഷൻ, വിഷ്വൽ കിനസ്തറ്റിക് ഓഡിറ്ററി, 3 ലാംഗ്വേജും അപ്ലൈ ചെയ്ത് പഠിപ്പിക്കാൻ ശ്രമിക്കുക. എന്നാൽ ഏത് പിന്നോക്കക്കാരനും ശരിയാകും. ഏത് പിന്നോക്കക്കാരനും ശരിയാകും. ചെയ്യേണ്ടത് 3 ലാംഗ്വേജ് അപ്ലൈ ചെയ്ത് പഠിക്കുക, 3 ക്യാരക്ടർ അപ്ലൈ ചെയ്ത് പഠിപ്പിക്കുന്ന ശീലം കൊണ്ടുവരിക. എന്നാൽ ഫാസ്റ്റായിട്ട് പഠിപ്പിക്കാൻ പറ്റും. ഏത് പിന്നോക്കക്കാരനും മുന്നോട്ട് പോയിക്കോളും. പിന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ടതില്ല? കാറ്റഗറൈസ് ചെയ്യേണ്ടതില്ല. കാറ്റഗറൈസ് ചെയ്യുന്നത് കൂടുതൽ അപകടം വിളിച്ചു വരുത്തും. മധ്യബുദ്ധി. അപ്പോൾ ഈ 3 സൈസുള്ള ബുദ്ധികളെ നമ്മൾ സാധാരണ കുട്ടികളെ താരതമ്യം ചെയ്യാറുണ്ട്.
അപ്പോൾ 18 കുട്ടികളുള്ള 1ാം ക്ലാസ്സിൽ 5 കുട്ടികളാണ് സ്റ്റാർട്ടിങ്ങിൽ അഡ്മിഷൻ എടുത്തത്. അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പാഠങ്ങളുണ്ട്. 3 പാഠം കഴിഞ്ഞിട്ട് 5 കുട്ടികൾ വേറെ വന്നു. ഇനി കുറച്ചും കൂടി ഇനിയിപ്പോൾ 8 കുട്ടികളുണ്ട്. ടോട്ടലി 18. അപ്പോൾ ഈ കുട്ടികൾ വരുന്ന സമയത്ത് പാഠങ്ങൾ ഓരോ ദിവസം കടന്നു പോകുന്നില്ല. ആദ്യം വന്ന കുട്ടിക്ക് കിട്ടിയ പാഠം അവസാനത്തെ വന്ന കുട്ടിക്ക് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? ആദ്യം ഞാൻ ചെയ്യുന്നത് സാധാരണ ആദ്യം വന്ന കുട്ടികളെ ബുദ്ധിനെ ടെസ്റ്റ് ചെയ്യും. നല്ല കുഴപ്പമില്ലാത്ത കുട്ടികളെ ഞാൻ ആ കാറ്റഗറി വിൽക്കും. ഒരു ഈ കാറ്റഗറി എന്ന് വിൽക്കും. നേരത്തെ പറഞ്ഞതല്ലോ ഓർക്ക് ഞാൻ ആദ്യം പാടുന്നു. എന്നിട്ട് ലാസ്റ്റ് വന്ന കുട്ടികളുണ്ടല്ലോ അവർക്ക് സ്പെഷ്യലായിട്ട് തയ്ക്കുന്ന പാടുള്ളൂ. അത് തുടക്കം മുതൽ എടുത്തു കൊടുക്കും. അങ്ങനെ ആ കണ്ടിന്യൂ കൊണ്ട് അപ്പോൾ അതിന് 3 കാറ്റഗറി ഞാൻ കൊണ്ടുവരുന്നത്. അതിലെന്തെങ്കിലും ഇനി കാറ്റഗറി പ്രശ്നം ഇത് കാറ്റഗറൈസ് ചെയ്യുന്നൊരു പോസിറ്റീവ് സൈഡാണ്. എങ്ങനെ യൂസ് ചെയ്യാം എന്നതാണ് മൂപ്പരുടെ മാറ്റർ. എങ്ങനെ അത് ഉപയോഗപ്പെടുത്താം അതിൽ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷെ കുട്ടികൾക്ക് എന്ത് ഫീൽ ചെയ്യാൻ പാടില്ല, നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്നത് ഫീൽ ചെയ്യാൻ പാടില്ല. ഫീൽ ചെയ്താൽ നമ്മൾ ഈ കോൺഷ്യസ് ആയിട്ട് സംസാരിക്കുന്നതിനേക്കാളും എത്രയോ മടങ്ങാണ് നിങ്ങളെ അൺകോൺഷ്യസ് ടോക്കിംഗ്. നിങ്ങളുടെ മനസ്സിൽ ഈ കുട്ടികൾ എ, ഈ കുട്ടികൾ ബി, ആ കുട്ടികൾ സി ഉണ്ടെങ്കിൽ അത് ഇഫക്റ്റ് ചെയ്തിരിക്കും. അത് ചെയ്യാൻ പാടില്ല. മറിച്ച് ഒന്നുകൂടി മനസ്സിലാക്കുക, നിങ്ങൾ എ കാറ്റഗറൈസ് ചെയ്തവരെക്കാൾ ലൈഫിൽ മുന്നിൽ വരാൻ പോകുന്നത് സി കാറ്റഗറി ആയിരിക്കും. പ്രത്യേകിച്ച് ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞു, ഒരു ഉസ്താദിൻ്റെ കുട്ടികളോടുള്ള സമീപന രീതി ഞാൻ അതിന് പറയാറുള്ളത് അൽ അഫ്ആലുൽ മഹ്മൂദ എന്നാണ് മുദരിസ് മുഅല്ലിം ട്രെയിനിങ്ങിൽ പ്രയോഗിക്കാറുള്ള മുസ്തലഹ്. ഏത്? ബസ്തുൽ വജ്ഹ്, ബഷാഷത്തുൽ വജ്ഹ്, സലാം, ഒരു തഹ്നിയത്ത്, അല്ലെങ്കിൽ ഒരാളെ അഭിനന്ദിക്കുന്നത്, ജസ്റ്റ് ഒരു മുസാഫഹത്ത്, അതുപോലെയുള്ള ഒരു 5 കാര്യങ്ങൾ. ഇതൊരു ഉസ്താദിൻ്റെ പൊതുരീതിയാണെങ്കിൽ ആ ഉസ്താദിന് വളരെ ഫാസ്റ്റായിട്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്ത് വിജയിപ്പിക്കാൻ പറ്റും. അവിടെ എന്ത് മാനദണ്ഡം ഉണ്ടാകരുത്, ഈ കുട്ടി മേലെ താഴെ മാനദണ്ഡം ഉണ്ടാകരുത്. മറിച്ച് എങ്ങനെ ഏത് രീതിയിൽ കുട്ടികൾക്ക് പരമാവധി എന്ത് ചെയ്യാം, പഠിപ്പിച്ചു കൊടുക്കാം. മേലെ താഴെയില്ല, സ്പെഷ്യാലിറ്റി മാത്രം, ഖുസൂസിയത്ത് മാത്രം. മേലെ താഴെ എന്നത് പലപ്പോഴും മേലെ ആരായേക്കാം. ഇപ്പോൾ പഠനങ്ങൾ കാണാം, ലോകത്തറിയപ്പെട്ട സയൻറ്റിസ്റ്റുകൾ, ലോകത്തറിയപ്പെട്ട പ്രഭാഷകർ, ലോകത്ത് അറിയപ്പെട്ട രാജാക്കന്മാർ, രാഷ്ട്രീയ നേതാക്കൾ, മത നേതാക്കൾ, ഇവരിൽ 80% വരെ കുട്ടിക്കാലത്ത് പഠന പിന്നോക്കാവസ്ഥ നേരിട്ടവരാണ്. എത്ര വേണം? തോമസ് ആൽവ എഡിസൺ, ഐൻസ്റ്റീൻ, അങ്ങനെ എത്ര പേര് വേണം ചരിത്രത്തിൽ? പറഞ്ഞാൽ നീണ്ടുപോകും. മലയാളിയായ ലാസ്റ്റ് ഇപ്പോൾ അടുത്ത് ഞാനത് വായിച്ചിരുന്നു, വയനാട്ടുകാരിയായ ഒരു ഡോക്ടർ, മരുന്ന് എഴുതാൻ പറ്റില്ല, അതേസമയത്ത് ആ ഡോക്ടറുടെ മികവ് അതിവലുതാണ്. ഇപ്പോഴും മരുന്ന് എഴുതുമ്പോൾ ഒരു പക്ഷേ തെറ്റിപ്പോകും, പക്ഷേ ആ ഡോക്ടറുടെ വിവരവും ആ ഡോക്ടറുടെ ജീവിത വിജയവും സമൂഹത്തിന് അത്രമേൽ ഉപകാരപ്രദമാണ്. ഇത് എല്ലാ വിഷയത്തിലും കാണാം. ഞാൻ ഓർക്കാറുണ്ട്, മുത്തവ്വൽ സാനിയിലിരിക്കുന്ന സമയത്ത് തുഹ്ഫത്തുൽ മുഹ്താജ് ബിത്താഇ എഴുതാൻ കഴിയാത്തൊരാൾ, അത്ര പോലും പ്രയാസം നേരിടുന്ന ആൾ, ഒരു വർഷം കൊണ്ട് അല്ലെങ്കിൽ 6 മാസം കൊണ്ട് അദ്ദേഹം അതിനിപുണനായി വളരുകയും പിന്നീട് വലിയ ദർസൊക്കെ നടത്തുന്ന ആളായത് ഞാൻ കണ്ടിട്ടുണ്ട്. മാറിയേക്കാം. അതുകൊണ്ട് താഴെ മേലെ എന്ന കാറ്റഗറൈസ് ഒഴിവാക്കിയിട്ട് നിങ്ങൾ പഠിപ്പിക്കാനുള്ള സൗകര്യത്തിന് ഒരു പക്ഷേ അങ്ങനെ ചെയ്യാം. എന്നാൽ ഒന്നുകൂടി ഞാൻ ഉസ്താദിനോട് പറയുന്നു, നിങ്ങൾ അവിടെ ഈ വിഷ്വൽ ഓഡിറ്ററി കിനസ്തറ്റിക് അപ്ലിക്കേഷനായിട്ടാണ് ടീച്ചിങ് മെത്തേഡ് കൊണ്ടുവരുന്നതെങ്കിൽ വിഷ്വൽ ഓഡിറ്ററി കിനസ്തറ്റിക് ഓക്കെ അല്ലേ? വിഷ്വൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പഠിപ്പിക്കുന്ന സമയത്ത് കാർഡോ മറ്റോ ഒക്കെ കാണിച്ച് കാഴ്ചയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള പഠനം. ഓഡിറ്ററി എന്ന് പറയുമ്പോൾ ടോക്കിംഗ്, സംസാരത്തിന് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള പഠനം. അതുപോലെ കിനസ്തറ്റിക് എന്ന് പറഞ്ഞാൽ ഈ ചലനങ്ങൾക്ക്, അതുപോലെ ഫീലിങ്ങുകൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള പഠന രീതി. വിശദമായി പറയേണ്ടതാണ്, ഞാൻ തൽക്കാലം അതിനെ ഷോർട്ട് വേർഡിലേക്ക് കൊണ്ടുവന്നു എന്ന് മാത്രം. അങ്ങനെ പഠിപ്പിക്കുന്നൊരു രീതിയാണെങ്കിൽ കുട്ടികൾ പഠിക്കും, വളരെ ഫാസ്റ്റായിട്ട് പഠിക്കും. അതിൽ 1ാം ക്ലാസ്സിലെ പാഠങ്ങളൊക്കെ പഠിപ്പിക്കുമ്പോഴും ഇപ്പുറത്തെ പാഠങ്ങൾ പഠിപ്പിച്ച് അങ്ങോട്ട് പോകാനും കഴിയും. ഒരു ഹിക്മത്തുള്ളൊരു ഉസ്താദാണെങ്കിൽ ഇപ്പോൾ 5ാമത്തെ പാഠം പഠിപ്പിച്ചിട്ട് 1ാമത്തെ പാഠം പഠിപ്പിക്കാൻ ഒരു ഉസ്താദിന് പറ്റുകയൊക്കെ ചെയ്യും. പക്ഷെ അതിൽ നമുക്ക് എന്തുണ്ടാകുക, ഇതൊരു ട്രഡീഷണലായിട്ട് നമ്മൾ പഠിച്ച ഇങ്ങനെ ക്രമത്തിലേ പറ്റുള്ളൂ എന്നുള്ള അതൊന്നും ആവശ്യമില്ല.
അലിഫ് പഠിപ്പിച്ചിട്ടേ ബാഗ് പഠിപ്പിക്കാൻ പാടുള്ളൂ, അങ്ങനെ ക്രമന്നേ പറ്റുള്ളൂ എന്നൊന്നും നിയമം ഇല്ലല്ലോ. അതുകൊണ്ട് അത്തരം നിയമം ഇല്ലാതിരുന്നാൽ തന്നെ ആ ഉസ്താദിന് കൃത്യമായി പഠിപ്പിക്കാൻ കഴിയും, ഉഷാറായിട്ട് കുട്ടികളെ കൊണ്ടുവരാനും കഴിയും. ഇൻഷാ അല്ലാഹ് ഞാൻ പറഞ്ഞതിൻ്റെ രത്നച്ചുരുക്കം ഒന്നുകൂടി ആറ്റിക്കുറുക്കി പറയുന്നു. അധ്യാപനം നടത്തുന്ന സമയത്ത് നമ്മുടെ മുമ്പിൽ വരുന്ന കുട്ടികൾക്ക് ശാരീരികമായും മാനസികമായും സ്വസ്ഥത ഉണ്ടാകണം, സമാധാനം ഉണ്ടാകണം, സന്തോഷം ഉണ്ടാകണം. ക്ലാസ്സിൽ പോകുക എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിക്ക് മനസ്സമാധാനം ഉണ്ടാകണം, അത് അടിസ്ഥാനപരമായ മൂല്യമായിരിക്കണം. കൂടെ ഈ കുട്ടികൾക്ക് 2 തരത്തിൽ പഠനം കിട്ടണം. ഒന്ന് പരീക്ഷയിൽ വിജയിക്കുന്ന രീതിയിലുള്ള പഠനം കിട്ടണം, കൂടെ ജീവിത മൂല്യവും കൂടെ കിട്ടണം. ഇബാദത്ത്, പെരുമാറ്റം തുടങ്ങിയ ജീവിത മൂല്യങ്ങൾ കൂടി കിട്ടണം. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ, ഞാനിനി ചർച്ച ചെയ്യാത്തൊരു വശം കൂടി ചെറിയ രീതിയിൽ പറയാൻ ശ്രമിക്കാം. ഇന്ന് നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസ സംവിധാനത്തിൽ ഭൗതിക പഠനം, അക്കാദമിക് പഠനം വളരെ പരാജയത്തിലാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതായത് മദ്രസയിലെ മുതിർന്ന ക്ലാസ്സുകളിൽ വിദ്യാർത്ഥികൾ ഒഴിഞ്ഞു പോകുന്നത് മദ്രസയുടെ കുറ്റം അല്ല, മറിച്ച് അക്കാദമിക് പഠനം പോരാത്തത് കൊണ്ട് ട്യൂഷൻ വേണ്ടി വരുന്നു. ട്യൂഷൻ വേണ്ടി വരുന്ന സമയത്ത് പരിഹാരം മദ്രസയെ ഉപേക്ഷിക്കലാണെന്ന് ചിന്തിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് അതിന് പരിഹാരമായി നമുക്ക് ഇടപെടാം എന്നതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. എൻ്റെ എന്ന് പറയുമ്പോൾ ഞാൻ എന്നുള്ള കേൾക്കല്ല, ഞാനൊരു ഖിദ്മത്ത് എന്ന അർത്ഥത്തിലാണ് ഞാൻ എന്ന് പറയുന്നത്. അതായത് മദ്രസയിൽ നിന്നൊരു ഉസ്താദ് ഈ കുട്ടിയുടെ അക്കാദമിക് പഠനത്തിന് എന്ത് സഹായമാണ് വേണ്ടതെന്ന് മനസ്സിലാക്കാനുള്ള ഒരു മനോഭാവം വെച്ച് പുലർത്തിയാൽ ഒരു ട്യൂഷനിൽ വെച്ച് പഠിപ്പിക്കുന്നതിനേക്കാൾ ഭംഗിയായിട്ട് കുട്ടിയെ പഠിപ്പിച്ചു കൊടുക്കാൻ മദ്രസ ഉസ്താദുമാർക്ക് സാധിക്കും. അങ്ങനെ സാധിച്ചാൽ നിങ്ങൾ നോക്ക്, ട്യൂഷൻ സംവിധാനത്തിൻ്റെ പേരിൽ സ്കൂളിൽ നിന്ന് ഒരു പാഠം 3 തല്ല് കൊടുത്ത് പഠിപ്പിച്ചാൽ ട്യൂഷനിൽ നിന്ന് 8 തല്ല് കൊടുത്ത് പഠിപ്പിക്കുന്നു. ട്യൂഷന് പോയാൽ 800 രൂപ ഫീസും കൂടെ കൊടുക്കുന്നു. ഇങ്ങനെയാണ് പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ളത്. എല്ലാ ട്യൂഷനും അങ്ങനെ പറഞ്ഞു എന്നൊന്നും തോന്നണ്ട, പക്ഷെ അങ്ങനെയാണെന്നാണ് നമ്മൾ പൊതുവിൽ കാണുന്നത്. അവിടെ നമ്മൾ മദ്രസ ഉസ്താദുമാർ നമ്മുടെ കുട്ടികൾക്ക് ഈ ട്യൂഷൻ പഠനത്തിനാവശ്യമായ സഹായം കൂടി ചെയ്തു കൊടുക്കാൻ തീരുമാനിച്ചാൽ ഒരു ഭാരമാണെന്നൊന്നും കരുതണ്ട, എളുപ്പമാണ്. എങ്ങനെ എന്ന് വിശദീകരിക്കാനുള്ള സമയവും സന്ദർഭവും പോരാത്തത് കൊണ്ട് ഞാനതിവിടെ വെച്ച് വിശദമാക്കുന്നില്ല. ചുരുക്കത്തിൽ വേണമെങ്കിൽ പറയാം. എന്താ, പല കുട്ടികൾക്കും പഠനത്തിൽ പിന്നോക്കം നിൽക്കാനുള്ള കാരണം നിസ്സാരമായ ചില ഭാഗങ്ങൾ വിട്ടുപോയതായിരിക്കും. ഫോർ എക്സാമ്പിൾ, ഞാൻ താമരശ്ശേരി ഭാഗത്തൊരു സ്കൂളിൽ എൻ്റെ ഒരു കോഴ്സ് കഴിഞ്ഞ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ഇൻറ്റേൺഷിപ്പിന് വേണ്ടി പോയപ്പോൾ 9ാം ക്ലാസ് വരെ പഠിച്ചിട്ട് മലയാളം അക്ഷരം എഴുതാനും വായിക്കാനും അറിഞ്ഞുകൂടാത്ത 100ഓളം കുട്ടികളെ സെലക്ട് ചെയ്തു ഞങ്ങളൊരു ടീം. അതിൽ ഓരോ ആളും 15 ക്ലാസ്, 3 മണിക്കൂറുള്ള 15 ക്ലാസ്, 45 മണിക്കൂർ. ഈ 45 മണിക്കൂർ ക്ലാസ് കൊണ്ട്, അതായത് ആയിരക്കണക്കിന് മണിക്കൂറുകൾ ക്ലാസ് റൂമിലിരുന്ന കുട്ടികളെ, നല്ല കഴിവുറ്റ അധ്യാപകരുടെ ക്ലാസ് റൂമിലിരുന്ന കുട്ടികളെ 45 മണിക്കൂർ ഈ രീതിയിൽ ആ കുട്ടികളെ സമീപിച്ചപ്പോൾ ഉണ്ടായ മാറ്റം. ഒരു ടീച്ചർ, ക്ലാസ് ടീച്ചർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് പറഞ്ഞു, സാറേ സിനാനൊരു മാറ്റം തന്നെ കേട്ടോ. ഞാൻ ചോദിച്ചു, എന്തേ? ഇതുവരെ പുസ്തകം കയ്യിൽ കൊടുത്താൽ മുഖം താഴ്ത്തി ഒരേ നൃത്തം നിൽക്കുമായിരുന്നവൻ കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞു, ടീച്ചറെ ഏത് പാഠം വേണമെങ്കിൽ പറഞ്ഞോട്ടോ, ഞാൻ വായിക്കും. ആ പറച്ചിൽ കേട്ടപ്പോൾ ടീച്ചർ പറയാ, എൻ്റെ കണ്ണ് നനഞ്ഞു പോയി സന്തോഷം കൊണ്ട്. ആ കുട്ടിയുടെ വാക്കിൽ ഈ വർഷങ്ങളുടെ നഷ്ടപ്പെട്ട ഈ ഒരു